ചെറുക്കാമി കീഴേറ്റില്ലാതെ നോക്ക്. കാരണം അത് വേഗം മത്തിലേക്ക് എന്താണ് കടന്നു പോകുന്നത് തിരിയാലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. أما بعد فيقول المرتجي غفر المساوي മസാവിൽ നിന്ന് ദോഷങ്ങൾ പൊറുക്കാൻ ആഗ്രഹിക്കുന്ന ആള് പറയുന്നു. അതാണത് അബ്ദുല്ലാഹിബ്നു ഹിജാദി അൽ ഖൽവതി അൽ മസ്മൂർ ബിശർഖാവി. മാജിദ് ഇമാമിന്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. ഷർഖാവി ഇതിനേക്കാൾ നിസ്ബത്ത് ചെയ്യുന്നില്ല. പറഞ്ഞല്ലേ പറയുന്നത്, പറയാത്ത പറയുമ്പോൾ സമയം തന്നില്ല. هذه تقليدات لطيفة على حكم العارف بالله سيدي أحمد بن عطاء الله قدس الله سره العزيز. മൂപ്പരുടെ ഹിക്മയിലുള്ള ചെറിയ ഒരു തഖ്ലീദ്, അതായത് അത് കുറച്ച് മുമ്പ് ചുരുക്കി പറഞ്ഞത് കുറച്ചുകൂടെ വ്യത്യാസം. അതിന് കൈ കൊടുത്ത് ആരാണ് സയ്യിദ് അഹമ്മദ് ബിൻ അത്താ ഖസദുഹു ബിഹാ ലിൽ ഗാലിബി. അതിനെന്താക്കും ഖിതാബിടും അതിൽ മിക്കവാറും ആണ് ഖിതാബുൽ മുരീദീന സാദിഖീൻ. സാദിഖീങ്ങളായ മുരീദന്മാരോടാണ് അവർ ഖിതാബ്, നാടന്മാരോടോ പുള്ളോടൊന്നുമില്ല. അതുകൊണ്ടാക്കും ഇതിൽ വ്യാഖ്യാനിക്കുമ്പോൾ സാദിഖീങ്ങളായ ഷറഹിൽ പറയുള്ളൂ. ഇക്കം എല്ലാം വയ്ക്കൊപ്പിക്കാൻ കഴിയും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. വലിയ മുന്തഹീങ്ങളായ വിദാഅത്തിന്റെ ഉന്നത പദവിയിലെത്തിയേക്കും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വിവിധങ്ങളായ മയനാണ്. അഹമ്മദ് സൂറോക്ക് റളിയല്ലാഹു 33 ഷറൈഫ് നിലവിൽ എഴുതിയിട്ടുണ്ട്. 33 മുജല്ലദല്ല, 33 വിധത്തിൽ. അതിൽ ഒന്നിൽ പറഞ്ഞൊരു കലിമത്തോലി പ്രവർത്തിക്കൂല. വ്യത്യസ്തമായ മുഖ്തലിഫായ 33. എന്നിട്ട് പറഞ്ഞു ഇത് ലാഹിറിൽ നദർ മാത്രമാണ്, കുറച്ച് ചിന്തിച്ചാൽ ഞാൻ 100 തേക്കും. 30 വ്യത്യസ്തമായിട്ട് അപ്പുറം പറഞ്ഞു ഇപ്പുറം പറഞ്ഞു. ഇങ്ങനെയാക്കാം, ഇങ്ങനെ നേറ്റാണ്ടില്ലേ ഇസ്ലാമിന് ഇങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം ഇങ്ങനെയും പറയാന്ന് പറഞ്ഞു. 33 വിധേന ചെറവരും. അപ്പൊ എന്തായിരിക്കും എന്റെ മയനന്റെ വിശാലത? ഏത് കൽബന്താ വരുന്നു നോക്കാം. അപ്പോ ഗാലിബിലും ഖിതാബുൽ മുരീദീന സാദിഖീനാണ് മൂപ്പരുടെ ലക്ഷ്യം. എന്നിട്ട് എന്താക്കണം, ഈ മുരീദും സാദിഖും താണ പഠിക്കാറാണ്. മാരിഫത്തിലേക്ക് ചേർത്തിട്ട് താണ പഠിക്കാറാണ്. 1ാം ക്ലാസ്സാണ്. അവിടെ എന്താക്കണം, ആരിഫീങ്ങളെ ദർജയിലേക്ക് ഉയർത്താനാണ് ഉദ്ദേശം ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ട്. മനസ്സിലാകുന്നുണ്ടാവോ? അതുകൊണ്ട് ഫയംബഗി ലനാ അൻ നഖ്തസിറ അലാ ബയാനി മഖ്സൂദിഹി ബിഹസ്ബിൽ ഇംകാൻ. മുസന്നിഫിന്റെ മഖ്സൂദിന്റെ മേൽ മാത്രം ചുരുക്കം, അപ്പുറം ഇപ്പുറം കൂട്ടിയിട്ടൊന്നും പറയൂല. ഇതിനകത്ത് അതാ ശ്രദ്ധിക്കുക. ഖാല റളിയല്ലാഹു അൻഹു. ഇപ്പൊ മത്തിലേക്ക് കിടക്കുന്നതാ. മിൻ അലാമാതിൽ ഇഅ്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാഇ ഇൻദ വജൂദി സലൽ എന്നാണ് ഒന്നാമത്തെ തുടങ്ങുന്നത്. ഇത് വലിയ വ്യാഖ്യാനം പടങ്ങി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയും. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് നേരെ അർത്ഥം നോക്കാം. മിൻ അലാമാതിൽ ഇഅ്തിമാദി അലൽ അമലി, അമലിന്റെ മേലെ ഏറ്റിമാദ് ചെയ്യുന്നതിന്റെ അലാമത്താണ് ഇത്. നുഖ്സാനുർ റജാ, റജാ ചുരുങ്ങിപ്പോകും. നമ്മുടെ കാര്യം പൂർത്തിയാകുന്ന റജാ ഉണ്ടല്ലോ. എപ്പോഴും ഇന്ത വജൂദി സലൽ, എന്തെങ്കിലും ഒരു ഇടർച്ച വരുന്ന അവസരത്തിൽ എന്താക്കി റജാ പറ്റ ചുരുങ്ങിയിട്ട് ഇതെല്ലാം താറുമാറായി വിചാരിക്കല് അമലിന്റെ മുകളിൽ ഏറ്റിമാദ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ പൂർണ്ണ വ്യാഖ്യാനം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ 16 ഇൻഡെക്സ് പറയാനുണ്ട്. അന്നേരം സമയം മതിയാവുമെന്ന് അറിയില്ല. അതാ അലൽ അമൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അമലുൽ ജവാരിഹ്. ശരിക്കും പറഞ്ഞാൽ അമല് എന്നുള്ളത് ഖാസാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏത് സബബിന് മേളിലും അത് പറയാം. അപ്പം ഒരു വീടെടുക്കണം, പൈസ എന്നുള്ളത് ഒരു സബബാണ്. പൈസന്റെ മുകളിൽ ഏറ്റവും ആദ്യം പൈസ ഇല്ലെങ്കിൽ എന്താവും അറിഞ്ഞോ, അയ്യേ ഞാനിങ്ങനെ പുലവന്തിക്കുമെന്ന് റജാവ് പോയി.
അത് അമലിനുമുള്ള ഏറ്റുമാതി അസ്ബാബിനുമുള്ള ഏറ്റുമാതി ചെയ്യുന്നുണ്ടാവും. ഒരു ചികിത്സ ഫലിക്കുന്നില്ല എന്നാൽ ചികിത്സ കൊണ്ടാണ് സോക്കട മാറുന്ന ഏറ്റുമാതി ചെയ്തിട്ട് അതിൻ്റെ മുള്ള ഏറ്റുമാതി ചെയ്താണ് കേസ്. അന്നേ മാറ്റുന്ന ആദ്യം വെക്കണം. അതെ, അപ്പോൾ ആമായിട്ടും പല ക്ലാസ്സായിട്ടും കൊണ്ടുവരാം. ഈ ഒറ്റ മക്കളെ വെച്ചിട്ട് നമ്മൾ 3 മണിക്കൂറാണ് പണ്ട് ക്ലാസ് എടുത്ത് ദൂരവാൻ കൊടുത്തത്. അല്ലോ അനീഫിൻ തങ്ങളെയൊന്നുമില്ല. അതാണ് ഇതിന്റെ മുബ്തദാ മുഅഖറം. മിന്നലാമാത്ത് ഖബർ മുഖദ്ദം. അപ്പൊ അലാമാത്തിൽ പെട്ടത് എന്ന് പറയുമ്പോൾ വേറെ അലാമാത്ത് കാണാനുണ്ടെന്നേ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താണ് അമല് എന്ന് പറഞ്ഞിട്ട് അമലുൽ ജവാരിഹി, അംഗങ്ങളെ കൊണ്ട് ചെയ്യുന്ന അമലിന്റെ മേലെന്താ ഇജ്മാഅ് ചെയ്തു, ഇതിനെ കൊണ്ട് അതെന്റെ കാര്യം നേടുന്നതെന്ന് എത്തി. അത് മീൻ സലവാത്തിൽ വാതുക്കാരി മുഖൈരിഹ, അത് നമസ്കാരമുണ്ട്, നോമ്പുണ്ടാകും, നമസ്കാരം ഉണ്ടാകും, തിലാവത്തുണ്ടാകും, പലതും അല്ലേ. വൽ മുഅ്തമിദു അലാ ദാലിക്, മുഅ്തമിദ് എന്തിൻ്റെ മേലെ അമലിൻ്റെ മേലെ ഇഅ്തിമാദ് ചെയ്യുന്ന കൂട്ടക്കാർ ആരാന്നറിയോ? അൽ റുബ്ബാദു വൽ മുരീദൂൻ, റബ്ബാദികളുടെ മുരീദന്മാരുണ്ട്. അവർ എന്താക്കണം, ഇർഫാൻ എത്താത്തത് കൊണ്ടാണ് കേസ്. അവർക്ക് PG പാസ്സാണ്. അപ്പോൾ ഉബ്ബാദോ മുരീദീങ്ങളോ ആയാൽ എന്താകും ഇതിനുള്ള ഇഅ്തിമാദ് ഉണ്ടാകാം. അപ്പൊ പൽ അവ്വലൂനാന്ന് പറഞ്ഞാൽ ഉബ്ബാദ്, ഇബാദ് നോക്കണ്ട, ഉബ്ബാദ് ഇബാദത്ത് കൊണ്ട് ശൂലാകുന്നു. അവർ യഅ്തമിദൂന അലൈഹ, ഈ അഅ്മാലുൽ ജവാരിഹിന്റെ മേൽ ഇഅ്തിമാദ് ചെയ്യുന്നത് ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കയറണം. പിന്നെ വതനഉം ഫീഹ, അതിലൊന്ന് സൂഹിക്കണം. ഇതാണ് അതിന്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ എന്താകും, ഈ ഉബ്ബാദിന്റെ ഇബാദത്ത് അതിന് കാരണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുള്ളറ്റി മതി. അതിലെന്തെങ്കിലും ഇടർച്ച വന്ന് എന്തൊക്കെ മറവിയോ അല്ലെങ്കിൽ പാർച്ച വന്നാൽ അവൻ്റെ എല്ലാം പൊളിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കിട്ടൂല എന്ന് വിട്ട് കുത്തിരിക്കും. യേശു വരിക കണ്ടാ. വത്തനമിയ വന്നജാതി മിൻ അദാബില്ലാഹി തആല, അല്ലാഹുവിന്റെ അദാബിൽ രക്ഷപ്പെടുന്നു. അവർക്ക് അതേ ലക്ഷ്യമുള്ളൂ. കുല്ലുഹും യഅബുദുക മിൻ ഖൗഫി നാരിൻ വയറൗന നജാത ഹല്ലൻ ജസീല എന്ന് പറഞ്ഞതാണ് ഇത് ഉബ്ബാദിന്റെ പരിപാടി. ഇനി ഏതാണ് വൽ ആഖറൂന, ഏതാണ് വൽ മുരീദൂന, അവർ രണ്ടും രണ്ടാമത്തെ യഅ്തമിദൂന അലൈഹ, ഈ അഅ്മാലിന്റെ മേൽ ഇഅ്തിമാദ് ഫിൽ വുസൂലി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള വുസൂലാകാൻ വേണ്ടി. ഓരോ ലക്ഷ്യം കുറച്ചും കൂടി കയറി അള്ളാഹിലേക്ക്, സ്വർഗ്ഗക്കാരനിലേക്ക് എത്തി. വുസൂൽ, ആ വുസൂലിന് മേലെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് വെക്കാം കണ്ടാ. വകശ്ഫിൽ അസ്താറി അനിൽ ഖുലൂബ്, ഖുലൂബിനെ തൊട്ട് മറയെല്ലാം നീങ്ങണമെന്ന്, കൽബൊന്ന് തുറക്കണം. സ്വർഗം കിട്ടലല്ലേ ലക്ഷ്യം. പിന്നെ വഹുസൂലുൽ അഹ്വാലുൽ ഖായിമത്തി ബിഹാ, ഈ ഖുലൂബുകളിൽ ഉണ്ടാകുന്ന അഹ്വാലുകളെ എന്താക്കും, മുക്കാശഫ ചെയ്യലും അല്ലേ. കിലാഹുമാ മദ്മൂമൻ, ഈ രണ്ടാണ് ചെയ്ത പണി മോശമാണ്. എന്തിലേക്ക് ചേർത്തിട്ട് ആരിഫ്യങ്ങളെ ദർജയിലേക്ക് ചേർത്തിട്ട്, അല്ലാണ്ട് സാധാരണക്കാരിലേക്ക് നോക്കിയിട്ട് മോശമൊന്നുമല്ല. അതല്ലേ കുല്ലുഹും യഅബുദൂക മിൻ ഖൗഫി നാരിൻ വയറൂന നജാത ഹല്ലൻ ജസീല അല്ലേ. എന്നാൽ ലൈസലി ഫിൽ ജിനാനി വന്നാരി റഅയ്യുൻ, ഞാൻ ഇബാദത്ത് എടുക്കുന്ന എന്തിനല്ല, സ്വർഗം കിട്ടാനുമല്ല നരകത്തിന് രക്ഷപ്പെടാനുമല്ല, നിന്നെ തൃപ്തിപ്പെടുത്താനാണ് ആരിഫ്യങ്ങളെ പോകും. അനല്ല അബത്തക ബിഹിബി ബദി, നീ എൻ്റെ റബ്ബാണ്, ഞാൻ ഭയപ്പെടുന്ന എൻ്റെ കടമയാണ്, നിന്നെ മഹബത്ത് കിട്ടണം, അത് മാത്രം. ഇനി ആ മഹബത്ത് കിട്ടുന്നത് നരകത്തിൽ കിടത്തിയില്ലാന്നെങ്കിൽ ഓക്കെ. അപ്പൊ സംഗതി മനസ്സിലായ, ഉബ്ബാദീങ്ങളും മുരീദീങ്ങളും രണ്ടും രണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കി. രണ്ടാളെ ലക്ഷ്യം എന്താണ്? ഒന്ന് സ്വർഗത്തിൽ കിട്ടലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും. എങ്ങനെ പാസ് മാത്രം വാങ്ങി പോകണം. നിങ്ങൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ട് ചായ വയ്യ കുടിക്കാന്ന് വേണ്ട. അപ്പൊ ഇത് രണ്ടും മദ്മൂമാണ്. നഫ്സ് എന്താക്കുന്നറിയോ, സ്വന്തം തന്നെ കാണുന്നത് കൊണ്ടാണ്. നഫ്സിനെ പറ്റി പനാ കഴിക്കുന്നു. നഫ്സിന്റെ തന്തല്ലോ കൊണ്ട് കുറെ അമാലെല്ലാം ഉണ്ട് എന്ന് വെച്ചുകൊണ്ടാണ്. പിന്നെ വനിസ്ബത്തിൽ അമാലി ഇലൈഹ, നഫ്സിലേക്ക് അമാലിനെ ചേർക്കും. ഞാൻ ചെയ്ത അമല്, എൻ്റെ അമല് എന്നാൽ ചേർക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നല്ല കാണുന്നത്. കാഴ്ചക്ക് വ്യത്യാസമുണ്ട്. ഹത്താ യുൻതിജ മാ ദുഃഖിറ, അന്നേരമാണ് ഈ മേൽ പറയപ്പെട്ട ആ നെത്തിച്ചുണ്ടാകില്ല, ഇത് സ്വർഗത്തിൽ കയറാനും. അപ്പൊ ഞാൻ എൻ്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ കാണുമെന്ന് വെച്ചാൽ നടക്കൂല. അത് താണ് ചിന്താഗതി എന്നാ പറയും.
എന്നാ അമ്മൽ ആരിഫൂന കണ്ട രണ്ടും പൊട്ട് മൂന്നാമത്തേലേക്ക് എത്തി. അമ്മൽ ആരിഫൂന ഫലാ യറൗന ലി അൻഫുസിഹിം ഷൈഅൻ. ഓരോ നെഫ്സിലേക്ക് ചേർത്തിട്ട് ഒന്നും കാണൂല. എന്നെങ്കിലല്ലേ ഹത്താ യതമിദു അലൈഹി, കാണാത്തൊന്നിൻ്റെ മേലെ ഏറ്റുമാതി ഉണ്ടാവില്ലല്ലോ. കാണാത്തൊന്നിൻ്റെ മേലെ ഏറ്റുമാതി ഉണ്ടാവില്ലല്ലോ. എന്താ ബൽ പിന്നെന്താണ് യുഷാഹിദൂന, അവർ മുഷാഹദ ചെയ്യുന്നത് അന്നൽ ഫായിലൽ ഹഖീഖിയ അല്ലാഹു തആല, ഹഖീഖിയായ ഫായിൽ അള്ളയാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനം എന്നിൽ കൂടി ഇങ്ങനെ പ്രകടമാവുകയാണ് എന്നാണ്. അതിനൊരു മദ്ഹറായിട്ട് അല്ലാഹു തആലയുടെ വെച്ചിട്ടുണ്ട്. വഅന്നഹും മഹല്ലുൻ ലിദുഹൂരി ദാലിക ഫഖത്ത്. ഇത് വഅന്നഹും യാരിഫീങ്ങൾ മഹല്ലുൻ എന്തിന് ലിദുഹൂരി ദാലിക എന്ന് പറഞ്ഞ അമാലുകൾ ബാഹിറാകാൻ ഫഖത്ത് അത്രയേ ഉള്ളൂ. ഫഖത്തിൻ്റെ ഹസ്രയുടെ കിടക്കുന്ന അതിൻ്റെ അപ്പുറം വേറെ ചിന്തയില്ല. കണ്ടോ വാഷാറൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് അഭിപ്പം പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ മുരീദീങ്ങളോ ഉദ്ബാദീങ്ങളോ ആയാൽ പോരാ, ആരിഫീങ്ങൾ അതിലേക്ക് എത്തണമെന്നുള്ള പ്രോത്സാഹനം കൊടുക്കണം. എന്നിട്ട് തീരെ അമല് വേണ്ടാന്നോ നിരുത്സാഹപ്പെടുത്തലല്ല വരുന്നത്. വാഷാറൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇലാ അലാമത്തിൻ യുറഫു ബിഹൽ അബ്ദു യഅരിഫു ബിഹൽ അബ്ദു നഫ്സഹു. അപ്പോൾ മുസന്നിഫ് തങ്ങൾ ഒരു അലാമത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആരിൽ പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കും. ഞാൻ ഉബ്ബാദാണോ അല്ല മുരീദാണോ, ഞാൻ ആരിഫായിട്ടുണ്ടോ? കാരണം ആരിഫ് ആർക്കും ബാധിക്കാം. ആർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വെച്ച് കെട്ടാൻ കൊടുക്കുകയും ചെയ്യും. ഉദാഹരണം തക്ബീർ അടിച്ചിട്ട് പാസ്സാക്കിയാൽ മതി. അതിനാൽ ആരിഫില്ല ഹോസില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചാൽ ഒരൊറ്റ തക്ബീർ. പക്ഷെ അത് ആയിട്ടുണ്ടോ എന്ന് അറിയേണ്ട ഒരു അലാമത്ത് വേണ്ട, അതിന് തെളിവാ ഉദ്ധരിക്കുന്നു. അപ്പൊ ഫമിൻ അലാമത്തി ഖൗലിഹി മിനൽ ഖിസ്മൈനിൽ അവ്വലൈൻ, ആദ്യത്തെ രണ്ട് ഖിസ്മിൽപ്പെട്ടവനാണ് ഇവന് എന്നുള്ളതിന് തെളിവെന്താണ്? നുഖ്സാനു ഖദാഇന്റെ വുജൂദി സലൽ, അമലിനെയും വിട്ട് ജലല് വന്നാൽ നിന്റെ അവസ്ഥ എന്ത്? അള്ളാഹ് റഹ്മത്തെടുത്ത് നിരാശപ്പെട്ടിട്ട് നീ ഒന്നുമില്ലാണ്ട് പോക്കാണോ? എല്ലാം മുടക്കയിന്നിട്ട് എല്ലാം വീണ്ടും വീണ്ടും തൗബ ചെയ്തിട്ട് കയറലാണോ? അതാ ഈ റജാഉഹു നുസ്ഖാനു റജാഇ എന്ന് പറഞ്ഞാൽ അർറജാ എന്താണ്? റജാഉ ഫില്ലാഹി തആല, അല്ലാഹുവിലുള്ള റജാ. എന്താ അൻ യുദ്ഖിലഹുൽ ജന്ന. അപ്പോൾ ഒന്നാമത്തെ ആളിലേക്ക് ചേർത്തിട്ട് അവർ അൻ യുദ്ഖിലഹുൽ ജന്ന വയനജീഹി മിനൽ അദാബ്, ഉബ്ബാദിലേക്ക് ചേർത്തിട്ട് ഇൻകാന മിനൽ ഉബ്ബാദിൽപ്പെട്ടവരാണെങ്കിൽ വഅൻ യൂസിലഹു ഇലാ മത്ലൂബിഹി. അതാ അൽ മുത്തഖദ്ദിമീന ലിത്തഖദ്ദുമി എന്നല്ല, അൽ മുത്തഖദ്ദിമീന വേണ്ടി മുമ്പ് പറഞ്ഞ മത്ലൂബ് ഇത് ഖൽബിനെ തൊട്ട് മുരീദെല്ലാം മറ്റേ മുരീദ് മറ്റേ ഇത് അള്ളാഹിനെ കൊണ്ട് റസൂലാകണം, എന്നിട്ടോ കൽബിന്റെ മറളൊക്കെ തീരണം, എന്നിട്ട് കുറെ ഒഴുമുൽ നബുലിനെ കിട്ടണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്നത്. അതാണ് അൽ മത്ലൂബിഹിൽ മുത്തഖദ്ദിമി എന്നാണ് പറയുന്നത്. ഇത്തഖദ്ദുമി പറഞ്ഞാൽ ശരിയാവില്ല. ഇൻകാന മിനൽ മുരീദി, അവൻ മുരീദിൽപ്പെട്ടവനാണ്. അപ്പൊ രണ്ടാണ് അവസ്ഥ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും മഅസിയത്ത് സംഭവിച്ചോ, ഈ അമലിന് പകരം മഅസിയത്ത് സംഭവിക്കും. ഒരു ദിവസം നിൽക്കാൻ വൈകി പോയി, അല്ലെങ്കിൽ ജമാഅത്ത് കിട്ടിയില്ല, എൻ്റെ എല്ലാം പോയി, എന്നൊന്നുമില്ല, ഞാൻ സർവത്തിലില്ല, ഞാൻ നരകത്തില്ല. ഇതിനെപോലെ അതിനാണ് വലിയ ജലലിലേക്ക് സൂചിപ്പിക്കാനാണ്. അള്ളാഹിനെ തൊട്ടുള്ള ചെറിയ ഗഫലത്ത് വന്നുപോയി, അതിനെ ചെറുത് സൂചിപ്പിക്കാനാണ്. അപ്പൊ ചെറുതോ വലുതോ എന്തായി ജലല് വന്നത്. ഔറാദ് മുടങ്ങി. വമിൻ അലാമത്തി കൗനിഹി മിനൽ ആരിഫീൻ, ഇനി ആരിഫീങ്ങളിൽപ്പെട്ട ആളാണ് എന്നതിന്റെ അലാമത്ത് എന്താ? ഫനാഉഹു അൻ നഫ്സി, നഫ്സിനെ തൊട്ട് ഫനാകുക. എൻ്റെ ജലലിലേക്കും നോക്കുന്നില്ല, എൻ്റെ താഴത്തിലേക്കും നോക്കുന്നില്ല. فإذا وقع في زلة, ഒരു ജല്ലത്തിൽപ്പെട്ടു, ഔ അസാബഹു ഗഫലത്തുൻ, അബതകും ഷഹീദ തസ്രീഫൽ ഹഖ് ഫീ, അവരിൽ ഹഖ് സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്ന കൈകാര്യമാണ് എന്നെങ്ങനെയാക്കി എന്നെങ്ങനെയാക്കി. വജറയാനു ഖളാഉ ഷഹീദ വജറയാന ഖളാഇഹി അലൈഹി, അല്ലാഹുവിന്റെ ഖളാ അതുപോലെ നടന്നു എന്ന് പറഞ്ഞു. കമാ അന്നഹു ഇദാ സദറ മിൻഹു ത്വാഅത്തു, ഇനി ത്വാഅത്താണ് വന്നത്, അതിലേക്ക് നോക്കിയിട്ട് മുഷാഹദത്തും കൽബിയത്തും എന്ന കൽബിയായ ഒരു മുഷാഹദ തെളിഞ്ഞു വന്നു. ഓന്റെ ഹൗലും കാണൂല, മുഖത്തും കാണൂല, അല്ല തന്നതെന്ന് മാത്രം പറയും. അപ്പൊ ഒഴിവ് കാട്ടാനുമില്ല.
അന്ന് ഉണ്ടാക്കിയതിന് രുചിപ്പാട് അങ്ങനെ മല അന്ന് പഠിച്ചു വെച്ചതിന് നമ്മളോട് രുചിപ്പ് കേട്ടു. എന്താണപ്പം രുചിപ്പ് നമ്മളിൽ കൊണ്ട് ചേർത്തിട്ടില്ലല്ലോ. മല അന്ന് ഉണ്ടാക്കിയല്ലേ, വലിയൊരു വാഹനം ഉണ്ടാക്കിയല്ലേ, നമുക്കൊന്നും പൊങ്ങച്ചം കെട്ടാനല്ലോ. പല ബൈനൽ ഹാലൈൻ, ഏത് ജല്ലത്തിന്റെ അവസരത്തിലാവട്ടെ അമലിന്റെ അവസരത്തിലാവട്ടെ മൂപ്പത് ചിന്താഗതിക്ക് മാറ്റിയില്ല. എന്തുകൊണ്ട്? തൗഹീദിന്റെ ബഹല്ലാം മുങ്ങിയത് മുഴുവനും പുറത്തെടുത്ത് അള്ളാനെ കാണുന്നു. അതുകൊണ്ട് ഖൗഫൻ അള്ളാന്റെ സിഫാത്തിലേക്ക് നോക്കി, ജലാലിയ സിഫാത്തിലേക്ക് നോക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഖൗഫ്. ജമാലിയ സിഫാത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് റജ ഉണ്ടാകുന്നത്. ഇവന്റെ അമലിലേക്ക് നോക്കിയിട്ടേ അല്ല, ഇവന്റെ ദല്ലത്തിലേക്കോ ഇവന്റെ അമലിലേക്കോ എല്ലാം നോക്കിയത്. അപ്പം തന്നെയല്ലേ ശരിക്കും റജ വരുന്നത്? ജലാലേക്ക് നോക്കുമ്പോൾ പേടിയും വരും, അപ്പൊ അമലിലേക്ക് നോക്കുന്നില്ല. അപ്പൊ പല യൻഖുസുൽ നിസ്യാനു ഖൗഫഹു, മാസിയത്ത് വന്ന് എന്ന് കേട്ടോ അവന്റെ ഖൗഫിനെ കുറക്കൂല. ഇത് വല യസീദുൽ ഹിസാനു, പിന്നെ റജാഅഹു, രണ്ടു സമം. താഴത്ത് ചെയ്തെന്ന് വെച്ചാൽ റജ വർദ്ധിക്കാനില്ല, മാസിയത്ത് വന്നിട്ട് ഖൗഫ് വർദ്ധിക്കാനില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിൽ ഇപ്പൊ നോക്കുന്നു. അള്ളാഹു ഇന്ന് ജലാലിയും ജമാലിയുമായ സിഫാത്തുണ്ട്. ഇന്ന റബ്ബക ശദീദുൽ ഇഖാബ് غافل الذنب وقابل التوب شديد العقاب. شديد العقاب ഏതാ? ജലാലാണ്. غافل الذنب قابل التوب ഏതാണ്? ജമാലാണ്. അത് നോക്കിയിട്ടാണ് ഇവിടെ ഖൗഫും റജാവും ഇവന്റെ ഹാല് മാറി വരുന്നത്. നമ്മൾ സ്വയം ചെയ്യുന്ന അമലിലല്ല. അപ്പൊ വമല്ലം യജിദ്, ഇങ്ങനത്തെ ഒരു അവസരത്തിനില്ലെങ്കിൽ എന്ത് ഹാദിഹിൽ അലാമത്ത ഫീഹി, ഈ പറയപ്പെട്ടതിന്റെ അലാമത്തിൽ നഫ്സിനോട് മുജാദ ചെയ്യേണ്ടതിന്റെ വിധി എത്തിയില്ല. പല അതുക്കാറുകളും റിയാദാത്തും ചൊല്ലിയിട്ട് എന്താക്കാം മനുഷ്യൻ മനസ്സിൽ ശീലിപ്പിച്ചെടുക്കണം. അപ്പൊ എല്ലാവർക്കും ദയവായി ചെയ്യാനുള്ള വേദി എത്തില്ലെന്നേ. ഹത്തായില്ല മക്കാമിൽ ഇർഫാന്റെ മക്കാമിലേക്ക് എത്തട്ടെ. ഇന്ന് പറഞ്ഞിടത്തോളം ഏതായാലും മനസ്സിലായില്ലേ? അപ്പൊ മുറാദുൽ മുസന്നിഫ് ബിഹാദിഹിൽ ഹിക്മത്തി, ഈ ഹിക്മത്ത് പറയലുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് തൻസീതു സാലിക്, കുലൂക്ക് ചെയ്യുന്ന നാളെ ഉന്മേഷം കൊടുക്കലാണ്, പറഞ്ഞ് പ്രചോദനം നൽകലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അമലിന് തീരെ വിലയില്ല എന്നല്ല പറയും. അമല് വേണം, അമലിന് നമ്മൾ ഏറ്റുമാത് പാടില്ല. ഈ അമല് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, പൈസ കൊണ്ടാണ്. അപ്പൊ സബബാക്കി വെച്ചാൽ എന്ത്? മരുന്ന് കുടിച്ചിട്ടാണ് വ്യക്തമാർ നോക്കാൻ പറ്റുന്നത്. മരുന്ന് ഒരു ഭാഗത്ത് കുടിച്ചോ, മരുന്നാണ് സോക്കേട് മാറ്റുന്നത്, അതാണ് എൻ്റെ ഏറ്റുമാതെന്ന് എന്ന് വെച്ചാൽ പിന്നെ അതാ കണ്ട പണി കണ്ടോ? മൗലയല്ലാത്ത മറ്റൊന്നിൻ്റെ മേലും ഏറ്റുമാത് ചെയ്യാൻ പാടില്ല എന്നുണ്ടാകുന്നത് അവന്റെ ഹിമ്മത്തം ഉയർത്തി. അപ്പൊ ഒമ്പാദിന്റെ മത്തവയും വിട്ട് മുരീദീങ്ങളെ മത്തവയും വിട്ടിട്ട് എന്താക്കണം? മുരീദാന്നച്ചോട് ചെയ്തിന്റെ കീഴിൽ കുറഞ്ഞ എന്തെടുത്ത് കഴിഞ്ഞാലായിരിക്കും ഒമ്പാത്. പിന്നെ അവർക്ക് അങ്ങനത്തൊന്നും ഉണ്ടാവില്ല. ചിലരും പാടുന്നു, മിക്കൊരിക്കലും ചെയ്തിട്ട് തന്നെ. എന്നിട്ടാണല്ല തസ്ഹീദ് പിന്നെ അമാലില് നിരുത്സാഹപ്പെടുത്തലല്ല, ആക്കലല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ആമാല് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. എന്തുകൊണ്ട്? സബബുൻ ആദിയുൻ ഫിൽ വുസൂലി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ചേർക്കാനുള്ള ആദിയായ സബബ് മാത്രമാണ്. അതിൽ ആദി എന്ന് പറയുന്നത് ആദത്ത് അറിയില്ല. ഒരമലും ഇല്ലാണ്ട് അതാ ഇന്ന് പോലിടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇപ്പൊ സഹറത്ത് ഫിറോന് അവർ മുഖർറബീങ്ങളായ സിദ്ദീഖീങ്ങൾ മക്കാമിലെത്തി. എന്താ എത്ര അമലിക്കുന്നു? മൂസാ നബിയുടെ ഒരൊറ്റ മൈതത്തുണ്ട്. ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ. യഥാർത്ഥത്തിൽ ഗസാലി ഇമാം പറഞ്ഞ 70 കൊല്ലം മുജാഹദ ചെയ്താൽ എത്താത്ത മക്കാമിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ടെത്തി. എന്നിട്ടല്ല ഹക്കുൽ യഖീനിന്റെ വന്നത്. ഫിറോനോട് എന്താ പറഞ്ഞ? കൈ മുറിക്കും, കാലം മുറിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ നീ വിചാരിച്ചെല്ലാം ചെയ്തോ ഫിറോൻ. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? മരിക്കോളം ചെയ്യും. മെസ്സിയെ ചേച്ചി പറഞ്ഞായിരുന്നു ലാസ്റ്റ് മരിക്കലല്ലേ, അതിനപ്പുറം ചെയ്യാൻ കഴിയും. ബാക്കുലിലേക്ക് എത്തി. അതാണ് സബബുൻ ആദിയിൽ പറയാൻ കാരണം. ആദിയാൽ സബബ്
മരുന്ന് കുടിക്കൽ എന്നുള്ള ആദിയ അതാണ് അമല് എന്നുള്ളത് നമ്മുടെ ഫീൽഡ് അമലില്ലായതുകൊണ്ടാണ് നിസ്കാരം നോമ്പ് മുതലായി മനുഷ്യന്റെ എല്ലാ അവസ്ഥയിലുമുള്ള ഏത് ഹാലിലും ഇപ്പൊ ആ ഉസ്താദിന് പുരെടുക്കണമെങ്കിൽ എനിക്ക് ഭൂമിയില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടുത്തിക്കാൻ പാടില്ലെന്ന് പറയും. ഏറ്റുമാത് അള്ളാഹ് മതി. എല്ലാവർക്കും പൈസയും അതുമാണ് എന്നെ നടത്തുന്നതെന്നല്ലേ തോന്നിക്കലുണ്ടായിരുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയില്ലേ? യഹ്സബു അന്ന മാലഹു അഖ്ലദ, എൻ്റെ സമ്പത്താണ് എന്നെ ഇവിടെ നല്ല ജീവിക്കുന്നത്. വാദിയായ സബബാണ്. അപ്പം എന്തുണ്ട്? വല താക്കീറ ഒന്നുമില്ല. അല്ല ലാ തസ്ഹീലിന്റെ ബാക്കി വലാ തഹ്കീറു മാ നതജഹു മിനൽ അഹ്വാൽ, അഹ്വാലിനാലോ മറ്റോ ഉണ്ടായ ഒന്നിനെയും കിട്ടിയ ഒന്നിനെയും നിസാരപ്പെടുത്തി കാണലുമല്ല, അമലിൽ നിന്ന് പിന്തിരിപ്പിക്കലുമല്ല, മറിച്ച് പ്രോത്സാഹനം കിട്ടിയ നേട്ടത്തിനെ കുറഞ്ഞു കാണലുമല്ല. എന്നതായിരിക്കും മിന്നത്തും മിനല്ലാഹി തആല, അതെല്ലാം അല്ലാഹുവിന്റെ വക മിന്നത്താണ്. ലാ യംബഗി റദ്ദു, അത് മടക്കാൻ പാടില്ല. അമ്മച്ചാൽ ടോപ്പിക്ക് പറയും. ചുരുക്കത്തിൽ അമല് വേണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിന്റെ മുകളിൽ ഏറ്റുമാത് ചെയ്യാൻ പാടില്ല. അതിനേക്കാണ് വലിയ മർത്തവ വേറെ ഉണ്ട്. അതൊരു സ്ഥലത്തും ബയ്യ പറയും എന്താണ് തവക്കഫ അതല്ല മാ അറാദത്ത് ഹിമ്മത്തു സാലിഖിൻ അന്തഖിഫ ഇന്നമാ കുശിഫ. ഈ ഷെയർ ചെയ്യുന്ന അവസരത്തിൽ എന്താക്കും, ഒരുപാട് അജായിബുകളും കറാമാത്തുകളും കല്ലമരങ്ങളൊക്കെ സംസാരിക്കുന്നതെല്ലാം കേൾക്കും, സലാം പറയുന്നതെല്ലാം കേൾക്കും. ഞാൻ വലിയ മർത്തവ എത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് കളയരുത്. എന്താക്കും, അള്ളാന്റെ ഹാത്തിഫ് വിളിച്ചു പറയും, അല്ലത് ഈ തത്തുലബ് അമാമ ഇന്നമാനഹനുഫിത്തിലെത്തും പോലെ തക്കപ്പുറന്ന് വിളിച്ചു പറയും. അതെന്താക്കുന്നത്, അടുക്കള വിട്ട് ഇറങ്ങിയിട്ടില്ലാത്ത പെണ്ണുങ്ങളാ എന്താക്കാൻ ഹജ്ജിനുണ്ടല്ലോ. കണ്ണൂർ അങ്ങാടിയിൽ കാണുമ്പോൾ എല്ലാവർക്കും എത്തിയാ എനിക്ക് അങ്ങാടി വന്നില്ല. അപ്പം എത്തി എന്നിട്ട് അവിടെ കുത്തിരുന്നാൽ പറ്റുമോ? അപ്പൊ മക്കത്തെത്തിയാ അതിനപ്പം ഞങ്ങളുടെ വലിയ കോഴിക്കോട്ട് വേണം. എത്രയോ അല്ലത് ഈ തത്തുലബു അമ്മാമക്ക് നീ തേടി നടക്കുന്ന കാര്യം എത്രയോ കിലോമീറ്റർ അപ്പുറം ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല. അതിൽ തന്നെ വരും മാ അറാദത്ത് ഹിമ്മത്തു സാലിഖിൻ അന്തഖിഫ ഇൻദമാ കുശിഫ ഇല്ലാ വനാദത്തു ഹവാതിഫുൽ ഹഖ് അല്ലദീ തത്തുലബു അമ്മാമ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തഖഫ്. അപ്പം മലായികത്ത് വന്ന് മുസാഫത്ത് ചെയ്തെന്ന് വരും, ജന്നുകൾ ഇൻസുകളും വന്നിട്ട് എനിക്ക് വെയ്പിട്ടെന്ന് വരും, പിന്നെ കല്ലുമരങ്ങൾ സലാം പറഞ്ഞെന്ന് വരും. ഓ ഞാൻ എത്തണ്ട് ഗ്രൈനപ്പുറം തന്നെ പത്തുണ്ട്. അതിനുശേഷമല്ലേ ഞാൻ കോട്ട് വാങ്ങിയിട്ടുണ്ട്, ഞാൻ പട്ടിക്കടുത്ത് കോട്ട് വാങ്ങിയിട്ടുണ്ട്, ഞാൻ അവിടുന്ന് കോട്ട് വാങ്ങിയിട്ട് മറ്റേ ആളെല്ലാം തേഞ്ഞിട്ട് ഇരിക്കലെങ്ങനെയാണ്. 3 കോട്ടുണ്ട് 4 കോട്ടുണ്ടെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, ഏടി എത്തിച്ചില്ല. കോട്ടനല്ല കോട്ടാണ്. അപ്പം മൂപ്പർ ചുരുക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഏതാ നിരാധത്തൊക്കെ തരീതിയാണ് അതായി അഭിപ്രായം കിട്ടും. അത് അതിപ്പോ തുടങ്ങിയ അല്ല മൂപ്പറ മുക്കത്തിമൊന്നും ആയിട്ടില്ലേ അദ്ദേഹത്തിട്ട് ചെറിയ ആലൽ അബ്ദുൽ ഫഖീറു ഇലല്ലാഹി തആല ഇതാരാന്ന് നമ്മൾ അതിനും 10 ഉണ്ടാവും. ഇത് മുനാജാത്ത് ഹിക്മത്ത് അബ്ബലായിരുന്നു. കിട്ടി നോക്കില്ലൂല ബാബുൽ അവ്വലു മിൻ അലാമാത്തിൽ ഇഅ്തിമാദ്. മേലില്ലാതെ അവൻ്റെ സ്വന്തം കഴിവിൻ്റെ മേലെ അവൻ്റെ ഹൗലിൻ്റെ മേലെ കൂത്തിൻ്റെ മേലെ ഇഅ്തിമാദ് ചെയ്യുന്നതിന് ലക്ഷണമായി പറഞ്ഞു. ചെറിയൊരു ദല്ലത്ത് വരുമ്പോഴേക്ക് ഇവൻ്റെ റജാവെല്ലാം പോയി. ഖാലൽ മുസന്നിഫ് റളിയല്ലാഹു അൻഹു, അല്ല അതിൻ്റെ ഫായിദ എന്താ പറയുന്നത്? തർജിഉ ഹാദിഹിൽ ഹിക്മത്തു ഇഅ്തിഖാദൻ ഇലാ അന്നൽ അസ്ബാബൽ ആദിത ലാ തഅ്സീറ ലഹാ. ആദിയായ അസ്ബാബുകൾക്ക് സ്വന്തം തഅ്സീറില്ല എന്നുള്ള അഖീദയാണ് ഇവിടെ പ്രേരിപ്പിക്കുന്നത്. പഠിക്കാനുള്ള വിഷയം ഉണ്ടാവില്ല അഖീദ. പിന്നെ വഇന്നമാ ഹിയ ജാലിയത്തുൽ ലിഹിക്മത്തിൻ ഇലാഹിയ്യ, ഇലാഹിയായ ഹിക്മത്ത് അതിനാ ഒരു അസ്ബാബാക്കി വെച്ചെന്നുള്ള അസ്ബാബ് മുഅസ്സിറല്ല.
അഖീദി പറയുന്ന തൗഹീദിന്റെ ബാബിനല്ലേ. അസ്ബാബിന്റെ വിഷയത്തിൽ എന്താണ്? മൗഹൂമായ അസ്ബാബാണെങ്കിൽ അത് ഒഴിവാക്കിയേ പറ്റൂ. മദുരൂനായ അസ്ബാബാണെങ്കിൽ എടുക്കുന്നെങ്കിൽ എടുക്കുക, വേണ്ടെങ്കിൽ വേണ്ട. ദറൂരിയായ അസ്ബാബ് എടുത്തേ പറ്റൂ. പക്ഷെ ഏറ്റവും മതം എല്ലാം എന്നാലും മരുന്ന് കുടിച്ചോ മാറ്റുന്നവൻ അല്ലാഹു ശാഖ്. ഭക്ഷണം കഴിച്ചോ വിഷമം മാറ്റുന്നവൻ അല്ലാഹു. വെള്ളം കുടിച്ചോ ദാഹം തീർക്കുന്നവൻ അല്ലാഹു. വൈല അന്ന മുഅ്തഖിദ തഹ്സീരിഹ മിൻ ദൂനിഹി സുബ്ഹാനഹു വതആല മുഖ്തലഫുൻ ഫീഹി ബൈന കുഫ്രിൻ വബ്തിദാഇൻ. എന്നിട്ട് അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കൾക്ക് തഹ്സീർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആള് കുഫറാന്ന കോലങ്ങളുണ്ട്, മുബ്തദിയാന്ന കോലുണ്ട്, ഫാസിഖുൻ കബീറാന്ന കോലുണ്ട്. ആകെ 4 ഉണ്ടായിരുന്നു. അപ്പോൾ അഖീദ തൗഹീദിൽ ഓതിയിട്ടുണ്ട്. ഒന്ന്, ഈ സാധനം തന്നെയാണ് അള്ളാഹുവിനെ കൂടാതെ നമുക്ക് തന്നത് എന്നൊക്കെയാണെങ്കിൽ കുഫറും മഹദ്, മരുന്ന് തന്നെയാണ് രോഗം മാറ്റുന്നത്. നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, കുഫറും മഹദ്. രണ്ടാമത്തേക്കാണ് ഈ സാധനം ഉള്ളത് സ്ഥലത്തെല്ലാം ഇത് ലാസിമാണ്. അവനാരാകും മുബ്തദിയോ. എന്തുകൊണ്ട്? ലൊസോമ് ബാധിച്ചു കഴിഞ്ഞാൽ ഇതുള്ള സ്ഥലത്തെല്ലാം ഇത് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കുറേ മരുന്ന് കുടിച്ച് രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ രോഗം മാറില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെ തൊട്ട് ഓരണ്ടായി നിരാശപ്പെട്ടു. എന്തുകൊണ്ട്? അസ്മാവില്ല. അസ്മാവ് പോയിട്ട് മറ്റും മാറിയിട്ടുമില്ല, ലാസിമാന്ന് വെച്ചാൽ. മറ്റൊന്ന്, അമ്പിയാക്കളുടെ മോചിതത്തോ ഔലിയാക്കളുടെ കറാമത്തോ പരസ്യം അനുസരിക്കേണ്ടി വരും. തീരുണ്ടാണ് ആദ്യം എന്താണ് അല്ലേ? ഇബ്രാഹിം നബിന് ഇട്ടപ്പോൾ എന്താ കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലുസുമോ ഇല്ലേ? ലുസുമോ പിൻവലിച്ചല്ലോ. അല്ലെങ്കിൽ കരിഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഇങ്ങും പറഞ്ഞ കരിയിലൊന്നല്ല. അപ്പം അത് ആത്മീയമായ കരിയിലാന്ന്. മറ്റേത് ആ നരക പരീക്ഷണങ്ങളാണ്, അഗ്നി പരീക്ഷണങ്ങൾ തൗഹീദ് കറാമത്ത് നിഷേധിച്ചു. പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ഭക്ഷണം കൊടുത്തപ്പോൾ കുടിച്ച് മൂപ്പർ ഒന്നും ആയിട്ടില്ല, ഒരു എഫക്റ്റ് ചെയ്തു. ലാസിമാണെങ്കിൽ ഓർമ്മിരിക്കണ്ടേ? ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുത്തു എന്ന കോലെടുക്കുകയാണെങ്കിൽ അറുത്തിട്ട് കേത്ത് മുറിഞ്ഞ, അപ്പൊ കത്തിക്ക് കൈമുണ്ടെങ്കിൽ മുറിയണ്ടേ? അപ്പൊ 2 വിഭാഗം പുറത്തുപോയി. മൂന്നാമത്തെ വിഭാഗം എന്താണ്? അതിൽ അല്ലാഹു തആല ഖുദ്റത്ത് കൊടുത്തിട്ട് അതിൽ നിക്ഷേപിച്ച ഖുദ്റത്ത് കൊണ്ട് അത് തഫ്സീർ ചെയ്യുന്നു വിശ്വസിക്കില്ല. അങ്ങനെ വന്നാൽ എന്താവുന്നറിയോ? ഓനെ മോമിനാൻ മുസ്ലിമാന്ന് പറയണമോ അല്ല മോമിനാണെന്ന് പറയണമോ, എങ്ങനെയായാലും ആള് ഫാസിക്കണം. എന്തുകൊണ്ടാണ്? ഓൻ അള്ളാനെ മറക്കാണ്ടല്ലേ പറഞ്ഞു. അള്ളാഹു കൊടുത്ത കഴിവെന്നല്ലേ. അപ്പോൾ ഓനെ വിട്ടുവിടാം ഒരു കൂട്ടം അല്ല, അത് സ്വയം പ്രവർത്തിക്കുന്നു അള്ളാഹ്. അപ്പൊ എന്താ എമർജൻസി ലാബിൻ്റെ മാതിരി സോക്കറ്റിൽ വെച്ച് കറണ്ട് കയറ്റി അങ്ങോട്ട് കണ്ടുള്ള വളപ്പിലെല്ലാം ബമ്മിങ് എടുത്താൽ ഈ ചാർജ് തീരോളം എന്താകും? ഈ കറണ്ടിലേക്ക് ആവശ്യമില്ലല്ലോ. KCB കറണ്ടേ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുമല്ലോ. അപ്പം അള്ളാഹുവിന് സമതാനീയത്ത് അല്പസമയമെങ്കിലും മുറിഞ്ഞതായി വരുന്നതാണ്. ഇതിലേക്ക് മനസ്സിലാക്കുന്ന കടക്കി വെച്ചോ. സമതാനീയത്ത് എന്താന്ന്? എല്ലാ ഹീനിലും എല്ലാ വസ്തുക്കളും എല്ലാ ആവശ്യങ്ങൾക്കും അള്ളാഹിനെക്കുള്ള മുഹ്താജാണെന്നുള്ളതാണ്. ഫഖീർ മുത്ലഖ്. അപ്പൊ സമതാനീയത്ത് പോയി. അപ്പൊ ഈ സാധനം ചാർജും കയറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്ത ചാർജ് തന്നെ. അപ്പൊ ഒരു നിസ്ബ ഇതിലേക്കുണ്ട്. ഇതിന്റെ പ്രവർത്തന മേഖലയിൽ ഇത് വേണ്ടാലോ, അള്ളാഹനെ ഒഴിവാക്കാലോ. ഇതാണ് മുഖ്താർ. എന്നാൽ ഈ 4 നാലാമത്തെ അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇമാമിന് സംഘടനക്കാരല്ല, അത് വിചാരിക്കണ്ട. എല്ലാ അഷിയാക്കളെയും പടച്ചവൻ അള്ളാഹ്. അതിലെന്തെല്ലാം തഫ്സീറാത്തുകൾ നമുക്ക് പ്രകടമാകുന്നുണ്ടോ, എന്തെല്ലാം ആസാറോ മനാഫിയോ മമറത്തോ ഉണ്ടെങ്കിൽ അതും അള്ളാഹു തന്നെ പഠിച്ചു കൊടുത്തു. അത് ഉപയോഗിക്കുന്ന അള്ളാഹിൻ്റെ ഇതിന് പ്രകാരം അപ്പോൾ ഉണ്ടാകും. അള്ളാഹ് എപ്പോഴാണോ അതിൻ്റെ തഫ്സീർ പിൻവലിക്കുമ്പോൾ സാധനം മാത്രം ഉണ്ടാകും, അതിന് തഫ്സീർ ഉണ്ടാകും. അപ്പോൾ മരുന്നിൽ നിന്ന് അള്ളാഹു ഷിഫ എന്ന ആ മംഫഅത്തിനെ പിൻവലിച്ച മരുന്ന് വെറും സാധനം ഒന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല. ഏതുപോലെ മോഡി നോട്ട് ചോദിച്ചാൽ മതി. 500 രൂപയുടെ നോട്ട് നാളെ മുതൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കടലാസം ഉണ്ടായില്ലേ, പിന്നെ കള്ളൊക്കെ ചെയ്യാനുണ്ടായില്ലേ? 500 രൂപയുടെ നോട്ട് ആരെന്തെങ്കിലും വേണം. ഇതുപോലെ ഞാറെ നിന്റെ തഹസീൽ ഞാൻ പിടിച്ച കുല്ല ഞാൻ ആറുക്കൂനി വർദ്ധം ഇനി ഇവിടുന്നോട്ട് ബർദു സലാമും ആയാൽ മതി എന്നൊക്കെ പിൻവലിച്ചപ്പോൾ എന്തായി? ഇബ്രാഹിം നബിക്കും ബർദു സലാമോ തീയില്ല, കഴിഞ്ഞിട്ടില്ല. അബൂ മുസ്ലിം ഖൗലാനി ഇമാമിനെ തീ ചെയ്തിട്ട് രോമം പോലും കത്തിയിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എത്ര നമ്മിപ്പോൾ അടുത്ത മതിയുള്ളത്.
അപ്പോൾ 4 ഈ ഒറ്റൊന്ന് മാത്രമേ നജാത്തിൻ്റെ അഹ്ല് കയറുള്ളൂ. അപ്പോൾ ഇപ്പറഞ്ഞ മക്കാലയിൽ നിന്ന് നമ്മ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. അമലിനെ മൂപ്പർ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും ഒന്നും സാധനം കൊടുത്തു എന്നല്ല എൻ്റെ അർത്ഥം. ഏറ്റുകാതിൽ ആദിയായ അസ്ബാബുകൾ ഉപയോഗിക്കാന്നല്ലാതെ എന്തുകൊണ്ട ഏറ്റുമാത് പറ്റൂല, അത് മോശത്തിലാണ് ഏറ്റൊക്കെ അറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ويطلب معنى هذه الحكمة بمشكاة قوله تعالى وما بكم من نعمة فمن الله. ഉണ്ടോ? നിങ്ങൾക്ക് നിഅമത്തായിട്ട് എന്തുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്നത് അത് മുഴുവൻ ഫമിനല്ലാഹി. അപ്പം എന്തല്ലായി? നിന്റെ സ്വന്തം വകയിലുമില്ല, ആദിയായ അസ്ബാബിലുമില്ല, മറ്റേ അസ്ബാബിലും ഒന്നുമില്ല. അസ്ബാബിന് അർബാബാക്കാൻ പറ്റില്ല. അപ്പോൾ തൗഹീദിൻ്റെ നമ്മൾ എടുക്കപ്പെട്ട കലാമായി. ഞാൻ പറഞ്ഞു എനിക്ക് നീണ്ട നാകുണ്ട്, ചിലപ്പോൾ പറഞ്ഞു തുടങ്ങിപ്പോയത്. قال الله تبارك وتعالى يا ابن آدم إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي. നീ എന്നിലേക്ക് രജാ വെക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുന്ന കാലത്തോളം നിന്റെ വക ദോഷങ്ങളൊക്കെ ഞാൻ പുറത്താ. നീ ദോഷം ചെയ്തു പോയി എന്ന് വെച്ചിട്ട് നിന്നെ തള്ളി മുടക്കൂല എന്നാ പറയുന്നത്. അതാ. എന്നിട്ടോ അഹമ്മദ് ദർറൂഖ് തങ്ങൾ ചെറുകൊടുക്കുന്നത് പറഞ്ഞു ആ കാലല്ലാമത്ത് ദർറൂഖ് മുഹല്ലിനൽ ഇഖ്തിദാ ബിഹാദിഹിൽ ഹിക്മ. ഈ ഹിക്മത്തോട് തലോടങ്ങാൻ എന്താകണം? വേറെ എന്തെല്ലാം പറയാനുണ്ടാവും? അത് ഫി തുററിൽ ഹവാശി വരുന്ന ലിഅന്നൽ ഇഅ്തിമാദ അല ശൈഇ ഫി ഹുസൂലി ഖസ്ദിഹി യൂജിബു തലബഹു. ഒരു സാധനത്തിൻ്റെ നിന്നാണ് അതിൻ്റെ ഉദ്ദേശം കരസ്ഥമാകുന്നത് എന്ന് ഇഅ്തിമാദ് ചെയ്താൽ എന്താക്കുന്നറിയോ? അത് കടണം. അപ്പോൾ മരുന്നിൻ്റെ മുകളിൽ മാത്രമേ ഏറ്റുമാറും. അപ്പോൾ ഒരു ദിവസം മരുന്ന് കുടിക്കാൻ ഞാൻ എന്തായി? ഞാൻ മരിച്ചു, എൻ്റെ രോഗം ഒന്നും മാറില്ല, എൻ്റെ രോഗം നാളേക്ക് വർദ്ധിക്കും. വല്ലാത്ത വെപ്രാളം. അപ്പോൾ അതിന് എതിരായ സംഗതി ഉണ്ടാകുമ്പോൾ എൻ്റെ മഖ്സൂദെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ മനസ്സടയുള്ളൂ. ഹക്ക് സുബ്ഹാനഹു വ തആലാന്റെ ഹുസൂൽ ഉദ്ദേശിക്കുന്ന അത് ഇത്തരത്തിലുള്ള ചിന്താഗതി ഒഴിവാക്കേണ്ട. എൻ്റെ യതീമാത അള്ളാഹുവിനല്ലാതെ ഇന്ന് മൂസാ നബിയോട് പറഞ്ഞില്ലേ, എന്താ തിരുവാനിപ്പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പുറം കടലി എന്താക്കണ്ട് ചെങ്കടൽ കിടക്കുമ്പോൾ അല്ലേ പറഞ്ഞു മുമ്പിൽ കടൽ വേക്കി ചെയ്താന് എന്താക്കണ്ട്. അപ്പോൾ നമ്മളെ ഓടി രക്ഷപ്പെടുന്നവർക്ക് ഇന്ന റബ്ബി സയഹദി അതിന് അന്ന് പരിഹാരം ഉണ്ടാക്കുന്നു. ഗുഹയിലകപ്പെട്ടില്ലേ? ഗുഹയിലകപ്പെട്ടല്ലോ. എന്നാൽ അവിടുന്ന് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അവരെങ്ങനെ താഴോട്ട് നോക്കി നമ്മളെ കാണൂല നബി, കുടിച്ചിട്ട് പൂത്തിന് പെട്ട മുമ്പിലെ ഒട്ടപ്പോയില്ലേ, നമുക്ക് ഓടാന്നാ ഇന്നല്ലാഹ ഇത് യഖൂലു സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അസ്ബാബിനോടൊന്നും പറഞ്ഞു. എല്ലാവരും വടിയുണ്ടെന്ന് പറഞ്ഞാ മൂസാ നബി വടിയുണ്ട്. വലിയ ഫിഹ മആരിബ് ഉഖറ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. ഹിയ അസായ അതവക്കു അലൈഹ വഹശു ബിഹാ അലാ ഗനമി വലിയ ഫിഹ മആരിബ് ഉഖറയിൽ ഒരുപാട് കാര്യം വെച്ചിട്ടുണ്ട്. അപ്പം ബഹർ കിടക്കുമ്പോൾ എങ്ങനെയും ഈ ബടി ഉപയോഗിച്ച് കിടക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? ബടിൻ്റെ മുകളിൽ ഏറ്റുമാതില്ല. ബടിക്ക് അല്ലാഹ് കൊടുത്തെങ്കിലേ ഉള്ളൂ. അല്ല ലിബി അസാക്കൽ ഹജറ എന്ന് പറഞ്ഞപ്പോൾ പവർ കൊടുത്തപ്പോൾ എന്തുണ്ടേന്? പാറ പൊട്ടലും വെള്ളമൊരിക്കലും അതുപോലെ തന്നെ കടൽ പുളക്കലൊക്കെ ഉണ്ടായി. ഫിറാന്റെ മുമ്പിൽ കൊണ്ടുപോയി പാമ്പായിട്ട് പോയി. മറ്റവനെ പാമ്പിനെ പിടിച്ച് വിഴുങ്ങി. അള്ളാഹുവിൻ്റെ തഹ്സീർ ഇല്ലായിരുന്നു വയ്ക്കുന്നുണ്ടാണ്. തഹ്സീർ കൊടുത്താലോ അള്ളാഹുവിൻ്റെ കാവൽ എന്നുള്ള ഒരു സംഗതി നിസ്സാരമായ സാധനത്തിന് പതിഞ്ഞു. എന്നെന്താക്കി ചെലന്തി വല മതി. എന്തിനു പകരം? ഗിൽസിന് പകരം ഗിൽസ് മുറിക്കാൻ ആയുധങ്ങളൊക്കെ വേണം. ചെലന്തി വലക്ക് നീങ്ങനാക്കിയാൽ ഇന്ന അവഹൽ ബുയ്യൂത്തില്ല ബൈത്തുൽ അംഗം ബൂത്ത് എന്ന് പറഞ്ഞാൽ ചെലന്തി വല കൊണ്ടാന്ന് എന്താക്കിയ സിദ്ദീഖ് തങ്ങളെയും മറ്റു കണ്ണു മറച്ചത്. അത് ഓടിനാമോ ഞാനിങ്ങനെ പറഞ്ഞ് തൊള്ളിടാന്നല്ലേ. അപ്പൊ ആദ്യം അസ്ബാബ് എടുക്കണ്ടേ? അസ്ബാബിന് 3 ഇനം. മൗഹൂമായ അസ്ബാബ് ഒഴിവാക്കിയേ പറ്റൂ. മൗഹൂം എന്ന് പറഞ്ഞാൽ ദീനിലോ ഷറയിലോ ഒന്നിനും അഖിലിലോ ഷറയിലോ അതിന് ബയ്യനത്തില്ല.
അപ്പോൾ അടുക്കള അപ്പതാക്കി പോയിട്ടാണ് എനിക്ക് ദാരിദ്ര്യം വന്നത്, ഇവിടെ പട്ടിണി മാറാത്തതെന്ന് പറഞ്ഞാൽ അത് മൗഹൂമാണ്. അതിന് അക്കലിയ തെളിവെന്താ ഉള്ളത്, മറ്റേ ചെറിയ തെളിവെന്താ ഉള്ളത്, ഇത് ബഹുമാണ്. അവിടെ ഒരു മരം ഉണ്ടായിട്ടാണ് മരം മുറിക്കണമെന്ന്. അപ്പം ഇന്ന് ഖുറാഫികൾ പറയുന്ന മുഴുവനും ബഹുമയ്യ അസ്ബാബിനെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കരുത്. എന്താ മനസ്സിലാക്കത്തെ? ഈ ബഹുമ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? അഖിലിനെതിരാണ്. അഖിലിനുള്ളത് ഫഹ്മാണ്. അഖിലിന്റെ ഖുസൂസിയത്ത് എന്താ? ഫഹ്മ. ഈ ഫഹ്മും ബഹുമും തമ്മിൽ എന്താന്ന് ഭയങ്കര ഫൈറ്റിംഗ്. അപ്പം ഫഹ്മിനെ കീഴടക്കിയാൽ അഖിലിന് പണിയില്ല. ഇവിടെ അഖിലിനെ മുട്ടിക്കണം. ഫഹ്മിനാണ് സ്ഥാനമെങ്കിൽ ഫഹ്മിനെ തന്നു. അതുകൊണ്ടാണ് പലതും ദ്വാരക്കുന്നത് അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹ്മി. വഹ്മിന് ഒരുപാട് ദുൽമാത്തുണ്ട്. ഇവിടെ ഇരിക്കുന്ന ജുലൂസാരം പറയും, അപ്പത്തുനിന്ന് നമ്മുടെ കോണം കെട്ടുന്ന ആശാരി പറയും, ഇപ്പത്തുനിന്ന് മറ്റേ സാഹിർ പറയും. ദുലുമാത്ത് ഒരുപാടാണ്. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ നൂരിൽ ഫഹ്മി. ഫഹ്മ് ഒരു നൂറ് മാത്രമേ ഉള്ളൂ, അൻവർ ഒന്നുമില്ല. അപ്പം ബഹിമിയായ അസ്ബാബ്, അതിന്റെ ഗസാലി ഇമാം താരീഫ് പറഞ്ഞത് അഖിലോ ശറഅോ സാക്ഷി നിൽക്കാത്ത ഏതാണ് സാധനം? ബഹുമ. അപ്പൊ ഒഴിവാക്കും. പിന്നെ ഏതാണ്? മധുരം. അത് ഉണ്ടായാൽ നല്ലതാണ്. ഏറെ തരം കാലങ്ങൾ നടക്കുന്നുണ്ട്, ഒരു 80% നടക്കുന്നത്. അതാണ് ചികിത്സ. ഇന്ന മരുന്ന് കുടിച്ചാൽ മാറുന്നുണ്ടെന്ന് ആദത്തിലുണ്ടല്ലോ. യക്കീനില്ല. യക്കീനുണ്ടെ ചില മരുന്ന് കൊടുത്തിട്ട് ഏറുന്ന ആളില്ലേ, നിരന്തരം മരുന്ന് കുടിച്ചാലും മാറാത്ത ആളില്ലേ. പല കാലം 5 നേരം 10 നേരം 25 ഗുളിക ഉണ്ട്. എന്താ രോഗം അറിയില്ല, രോഗി ആകാന്നല്ലാണ്ട്. അതാ മദ്നൂനായ സബബ്. മദ്നൂനായ സബബ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറുന്നു. ഒരാൾക്കല്ല വിശപ്പേ കൊടുത്തിട്ടില്ലെങ്കിലും കൊല്ലങ്ങളൊന്നും ഉണ്ടായിരുന്നു. അന്ന് പറയുന്നത് എനിക്ക് വിശപ്പ് വേണ്ടെന്ന് പിൻവലിച്ച് അന്ന് ഭക്ഷണം ആവശ്യമുണ്ടായി. മലായിക്കത്ത് എന്താ ഭക്ഷണമെങ്കിലും വന്നിട്ട് മലായിക്കത്തിൻ്റെ പറഞ്ഞ പുറത്ത് മനുഷ്യന് ഹൃദയത്തിൽ കൊടുത്ത വിശപ്പ് എന്നുള്ളത് മലായിക്കത്തിന് ഇല്ലല്ലോ. അതുകൊണ്ട് പിൻവലിച്ചു. അങ്ങനെ ഞാൻ അപ്പം മദ്ലൂനായ അസ്ബാബ് ഇത്തിബായിന് വേണ്ടി ചിലപ്പെടുക്കേണ്ടി വരും. തങ്ങൾ കൊമ്പൊപ്പിച്ചിട്ടുണ്ട്, ഓക്കെ, തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട്, എന്നല്ലാണ്ട് ഇത് തഹസീലുണ്ടെന്ന് ചോദിച്ചിട്ടല്ല. തദാവോ നിങ്ങൾ ചികിത്സിക്കണമെന്ന് ആ ബാബിനെ വെളിപ്പെട്ട് കൊണ്ടിട്ട് എന്താക്കുന്നു എടുക്കുന്നു. അത് വഹ്മിയല്ല. ബറൂറിയുന്നുണ്ടാവും. ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സബബ് എന്താന്ന് വെള്ളയിലുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കൽ പറഞ്ഞിട്ടെ കൂടാതെ കഴിയും. തേമമാണെങ്കിൽ ആ മണ്ണ് വേണം. യുദ്ധത്തിന് പോകുമ്പോൾ വാളെടുക്കണം, പൊതുവെ ഹിതറക്കും അസ്ലിഹത്ത് എടുക്കണം. ഇതൊക്കെ ലറൂറിയ അസ്ബാബിൽപ്പെട്ട അമ്പിയാക്കൾ എടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തവക്കിലീനാണ്, സയ്യിദുൽ മുബഹിരീനാണ് എടുത്തിട്ടുണ്ട്. അതൊഴിവാക്കിയിട്ട് പടയെങ്കിൽ നിന്ന് തിരിക്കാണ്ട് വന്നിട്ട് യുദ്ധത്തിൽ കഴിഞ്ഞാൽ നെഞ്ചം കാണിച്ചെടുത്ത് നിന്നാൽ അപ്പം നിന്ന് പോകും ആ ശബ്ദത്തിലേക്ക്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? ലറൂറിയ അസ്ബാബ് എന്ന് പറഞ്ഞാൽ ഈ സബബില്ലാതെ മുസബബ് ഉണ്ടാവില്ല എന്ന് അന്ന് വെച്ചിട്ടല്ല. മറ്റൊന്ന് ഏറെക്കുഴുണ്ട്, ചിലപ്പില്ലാണ്ടോ. ബഹുമയോ തീരെ വുജൂദേ ഇല്ല. ഇന്നെന്താക്കുന്നത് ഈ ചില അന്ധവിശ്വാസികൾ കൊണ്ടുവന്നിട്ട് എന്തെല്ലോ എന്നോട് കേട്ടു. നമ്മുടെ പേർക്കൊരു കുട്ടിക്ക് സോക്കേണ്ട വന്നിട്ട് ഇവരെന്താക്കുന്നറിയോ, ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ കടന്നിടുന്നു കാലം വെച്ചിട്ട്. അപ്പോൾ ഒരു മന്ത്രവാദി പറഞ്ഞാൽ എന്താന്ന്, ഇവർക്ക് മൂത്രച്ചാൻ വേണ്ടി കൂടിയിരുന്നു ആത്തു ഖുർആനൊക്കെ. മൂത്രച്ചാൻ വേണ്ടി എന്നൊരു സാധനം മൗജൂദുണ്ടോ? അല്ല പഠിച്ചിട്ടുണ്ടോ? എനിക്ക് കൂടിയെന്ന് എന്താ ഉറപ്പ്? അതാണ് ഇതിൻ്റെ കാരണം. 3 എന്തെങ്കിലും ഉത്തരം പറഞ്ഞു ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനെന്താ കൊണ്ടോ ഒരു കാളാഞ്ചി ഉണ്ടായിരുന്നു ഈ മൂത്രയിലേക്ക് അനുഭവിക്കുന്നത്. ആ കാളാഞ്ചി ഉണ്ടാണ്ട് തല ഒഴിഞ്ഞിട്ട് കട്ടിൻ്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ സംഗതി എന്താന്ന്, ഈ ബ്ലഡ് ഷുഗർ ഏറിയിട്ട് ശരീരത്ത് മുഴുവനും വ്യാപിച്ചു വരും. വ്യാപിച്ചപ്പം ശരീരം ഇങ്ങനെ കത്തിയിരുന്നതായി തോന്നും പോലും. അപ്പം ഇതിനെ തണുപ്പിക്കാനാണ് ഇവ അതും പോയിട്ട് കിടക്കുന്നു. ഇത് കുളിപ്പിട്ടായി ഇതാ മുത്രച്ചാൻ വേണ്ടി. അത് ഫഹമാണ്. അപ്പം അതിന് മരുന്ന് പിടിച്ചപ്പോൾ സോക്കേട് വാങ്ങി. മറ്റേത് വഹുമാണ്. ശാസ്ത്രജ്ഞന്റെ പേരിൽ എന്താക്കുക, കുറേ വഹുമ കാണിച്ചിട്ട് മനുഷ്യനെ വഞ്ചിക്കുന്നുണ്ട്. അങ്ങോട്ട് യാത്ര എന്നല്ല, ഇങ്ങോട്ട് യാത്ര എന്നല്ല, അങ്ങോട്ട് നോക്കിക്കൂടാ, ഇങ്ങോട്ട് നോക്കിക്കൂടാ.
അപ്പോൾ മുസന്നിഫിൻ്റെ മുഖദ്ദിമയിലേക്ക് കത്തിമിറ്റ് പോകാം അല്ലോ. ഇതാണ് ഷറഹുൽ ഹിക്മി അൽ മുസ്തഹരി ഖൈസിൽ മവാഹിബിൽ അലിയ. അവിടെ കിതാബിൻ്റെ ഷറഹിൻ്റെ പേര് എന്താ ഖാലൽ ഫഖീറു ഇലല്ലാഹി തആല. അള്ളാഹിനെക്കുള്ള ഫക്കീർ. അപ്പോൾ മൂപ്പർ ഫക്കർ കൊണ്ട് എന്താക്കി? മനുഷ്യൻ്റെ ലാസിമായ വസ്ഫാണ് ഫക്കർ. അള്ളാഹു ഖനി ഖൈനൽ മുത്തലഖ്. മനുഷ്യന്മാർ അള്ളയിലേക്കും അള്ള പടച്ച ചില പടപ്പിലേക്കും ഫക്കീറാണ്. നമുക്കൊരു തുന്നുന്ന സൂചിക്ക് കുഴങ്ങിയാൽ നമ്മൾ ഫക്കീറായി. ഒരു കണ്ട നൂലിനെ കണ്ടം കുഴങ്ങിയിട്ട് പിന്നാൾ വരുന്നുണ്ടോ? മനുഷ്യന്മാരെ ഫക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലികളിനേക്കാണ് ഫക്കറാന്ന്. നിങ്ങൾ നോക്ക്, ഒരു കന്നുകാലിയും പഠിച്ചിട്ട് കാമ്പസാറ് മുതൽ ടൗൺ ഒന്നാകെ സ്വിച്ച് അവിടെ ജ്വല്ലറി കാണാം, കട കാണാം, മന്തിക്കൂടിയാണ്, അത് കാണാം. പശുവേ ഓയ്, എനിക്ക് ഈ കാണുന്ന സാധനം വല്ലതും ആവശ്യമുണ്ടോ? ഒന്നുമില്ല, ജ്വല്ലറി കാണാം, ഇതിന് മാല വാങ്ങണം. നമ്മക്കാണെങ്കിലോ പെണ്ണുങ്ങളെ കൊണ്ടിട്ട് വാങ്ങണം. ഫക്കീറായി. ആടെ ചുട്ടുവെക്കുന്ന ഈ മണക്കുന്നതെല്ലാം അടിച്ച് ചാപ്പിടണം. ആടെ വെക്കുന്ന എന്താന്ന് ജ്യൂസെല്ലാം കുടിക്കണം. നല്ല വണ്ടി കാണുമ്പോൾ അങ്ങനത്തെ വണ്ടി വാങ്ങണം. ചുരുക്കത്തിൽ ലോകത്ത് പടച്ച മുഴുവൻ വസ്തുക്കളിലേക്കും അഫ്ഖറുൽ ഫുഖറായത് മനുഷ്യനാണ്. പശുവിനെ ചോദിക്കുന്ന എനിക്ക് മനുഷ്യനെ വേണം, അതിന് ഞാൻ ചോദിച്ചോളൂല്ലേ. മനുഷ്യനോട് ചോദിക്കുന്നത് പശുവിനെ അല്ല കുട്ടനെ വേണം. നാളെ ഒത്തിരി ഉണ്ടാക്കണം, ബീഫ് അടിക്കണ്ടേ, മനുഷ്യനാ ഫക്കീർ. അപ്പൊ അള്ളാഹുവിലേക്ക് മുത്തലക്കായ ഫക്കർ ഫീകുല്ലി ഹീൻ വആൻ. ബാല സാധനത്തിലേക്ക് എന്താക്കും? അവർക്ക് എന്താക്കും? വല്ലാണ്ട് വിശക്കുമ്പോൾ ഉടനെ ഭക്ഷണത്തിലേക്ക് ഫക്കീർ. കുടിക്കാൻ ദാഹം വരുമ്പോൾ വെള്ളത്തിലേക്ക് ഫക്കീർ. അപ്പൊ ഫക്കറും മുത്തലക്കാന്നായിരിക്കുള്ളത് മനുഷ്യൻ. മൂപ്പർ എന്താക്കി? തട താത്തു മുസന്നിഫിനെ ഖാലൽ ഫക്കീർ, ഫക്കീറായിരുന്നു. അതിൻ്റെ അപ്പുറം എന്താ പറയുന്നത്? അൽ മുഅ്തമിദു, ഞാൻ ഇത്തിമാദ് ചെയ്യുന്നത് ഫീ ഗുഫ്റാനി ദുനൂബി അലല്ലാഹി, ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ മേലെ ഇത്തിമാദ് ഞാൻ ചെയ്യുന്ന. ഇസ്തിഗ്ഫാറിലേക്ക് തോബൻ്റെ മുകളിൽ ഇത്തിമാദില്ല. അപ്പോൾ മൂപ്പർ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, മുസന്നിഫിൻ്റെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അശ്ശൈഖുൽ ഇമാമുൽ ആലിമു അൽ ആരിഫു ബില്ലാഹി തആല സാലിഹു സാബിദു അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിനു ഇബ്രാഹിം ബിനു അബ്ബാദിൻ അന്നഫസി അർറുന്ദി ലതഫല്ലാഹു ബിഹി എന്ന അത് ഷാരിഹാണത്. നമ്മുടെ ഇബ്നു അത്താഇല്ലാഹി തങ്ങളെ ശിഷ്യനുമാണ്. അൽഹംദുലില്ലാഹിൽ മുൻഫരിദി ബിൽ അളമതി വൽ ജലാൽ അതെന്ന് അർത്ഥമാക്കണ്ട. അൽ മുതവഹിദി ബിസ്തിഹഖാഖി നുഊത്തിൽ കമാൽ, കമാലിൻ്റെ എന്തെല്ലാം വസ്തു പൂർണ്ണമായ അവകാശമുണ്ടോ അത് അല്ലാഹു തആല മാത്രമാണ്. അവൻ അതിൽ മുതവഹിദാണ്, വേറെ ആർക്കുമില്ല. കമാൽ അല്ലാഹ് കൊടുത്തെങ്കിൽ കമാൽ. അൽ മുനസ്സഹി അനി ശുറകാഇ വൻ നുളറാഇ വൽ അംസാൽ, ശരീക്കന്മാർ അല്ലാഹുവിനില്ല, തുല്യമായ നദീർ അല്ലാഹുവിനില്ല, മിസ്ലും അല്ലാഹു തആലക്കില്ല. അപ്പം എല്ലാ തരത്തിലുള്ള തൗഹീദും ഒറ്റ വാക്കിലങ്ങോട്ട് വന്നു. അൽ മുഖദ്ദസി സിമാത്തിൽ ഹദസി, കണ്ട ഹാരിസായ വസ്തുക്കളുടെ ലക്ഷണങ്ങളെ തൊട്ട് മുഖദ്ദസാണ് അല്ലാഹു തആല. എന്തല്ല മിന തഗ്യീരി വൽ ഇൻതിഖാൽ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറണം. നല്ല ഉഷാറുള്ള മനുഷ്യനാകാം, കുറച്ചൊക്കെ മറ്റുകൂടം വരും. ആരോഗ്യമുള്ള മനുഷ്യനാകാം, എന്താ രോഗിയാകും. ഒരിക്കൽ പണക്കാരനാണെങ്കിൽ ഒരിക്കൽ പാപം നഷ്ടപ്പെട്ടവനാണ്, ഒരിക്കൽ ആബിദാണെങ്കിൽ ഒരിക്കൽ ആസി ചെയ്യും. തഗ്യീറാണ്. ചെറിയ കുട്ടിയായ കാലത്ത് വളർന്ന കുട്ടിയാകുമ്പോൾ നമുക്ക് പിന്നെ തൊണ്ടനാകും. തഗ്യീറില്ല. വൽ ഇൻതിഖാൽ വൽ ഇത്തിസാലി വൽ ഇൻഫിസാൽ, ഒരു സാധനം ഇങ്ങനെ ചേരലും പിരിയലും എന്നുള്ളതും അല്ലാഹു തആലക്ക് പറയാൻ പറ്റൂല. ആലിമുൽ ഗൈബി വശഹാദത്തുൽ കബീറുൽ മുതആൽ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹാദി മിനൽ ളലാല അറിയാല വഅലാ ആലിഹി വസ്ഹാബിഹി അല്ലദീന ഖലസത് ലഹുമുൽ അഅമാൽ. ആലിൻ്റെയും സഹബിൻ്റെയും മഹത്വം അറിയുന്നത് സകല അഅമാലുകളും അല്ലാഹു തആലക്ക് വേണ്ടി മാത്രം. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വസഫത്ത് ലഹുമുൽ അഹ്വാൽ, അഹ്വാലുകൾ എന്താ എല്ലാം, അതായത് ശുക്ർ മേത്തര അഹ്വാലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൗബ, ശുക്ർ, സിദ്ഖ്, പിന്നെ ഖൗഫ്, റജാ, മഹബ്ബത്ത്, ഇത്തരം കാര്യങ്ങളാണ് അഹ്വാലുകൾ. ഈ അഹ്വാലുകൾ അവർക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഇനി വഅലാ ജമീഇ മൻ ഇത്തബഅഹും ഫീമാ ലഹും മിൻ മഹാമിദി സിഫാത്തി വ മഹാസിനിൽ ഖിലാൽ, അത് സലാത്തിനെ കുറിച്ചും കൂടി വിശദീകരിച്ചു. ആലു സാഹിബിൻ്റെ പുറമെ വഅലാ ജമീഇ മൻ ഇത്തബഅഹും, അസഹാബിമാരെ ആലിനെയും പിൻപറ്റിയവർ, എന്തിന് ഫീമാ ലഹും മിൻ മഹാമിദി സിഫാത്ത്, അസഹാബിമാർക്ക്
സ്തുത്യർഹമായ ഒരുപാട് സിഫാത്തുണ്ടായിരുന്നു. മഹാസിൽ ഖിലാലും വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദു ഫഇന്ന ലമ്മാ റഅയ്ന കിതാബൽ ഹിക്കം, ഹിക്കം എന്ന കിതാബ് നമ്മൾ കണ്ടു. ഇത് അൽ മൻസൂബ ഇല ശൈഖിൽ ഇമാമിൽ മുഹഖഖിൽ ആരിഫിൽ മുകാശഫിൽ വലിയ്യി. ഇന്നെന്താ മൂപ്പർക്ക് പദവി വേറെ കൊടുക്കേണ്ടത്? അബിൽ ഫദ്ലി താജുദ്ദീൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അതാഇൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു. വഖൗലുഹും അസ്കന്ദരി എന്ന് പറഞ്ഞ ലഹന സായിഹു എന്ന് പറഞ്ഞു. അത് പൊതുവുള്ള തെറ്റാന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചില്ലേ? അതാണ് ചെറുഹരി കൊടുത്തു. ചെറുഹരി പുതിയ മഹത്തിക്കാണ് ഇസ്കന്ദരി തന്നെയാ പറയേണ്ടത്. അത് ശരിക്കും പറയുന്നത് ഇനി വലം ജരീദ് തസ്കീക്ക് ഫി നിസ്ബത്തിയിലേ, അത് മൂപ്പറ കിതാബ് തന്നെയാണോ? സംശയത്തിന്റെ വകുപ്പേയില്ല. അവർ തന്നെ അത് കണ്ട് റളിയല്ലാഹു അൻഹു വനഫഅന ബിഹി മിൻ അഫ്ളലി മാ സുന്നിഫ ഫി ഇൽമി തൗഹീദ്. ഇൽമു തൗഹീദിൽ രചിക്കപ്പെട്ട കിതാബിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലിൽ പെട്ടതായിട്ട് വേറെ കിതാബുണ്ട്. അഫ്ളലായ കിതാബ് കുറേ ഉണ്ടല്ലോ. മിൻ അഫ്ളലി വഅജല്ലി മഅതമദഹു ബിതഫഹുമി വതഹഖുലി കുല്ലു സാലികിൻ വമുരീദ്. എത്തമദാന്റെ ഫായിലാണ് കുല്ലു സാലിക്കും വമുരീദ്. എല്ലാ സാലിക്യങ്ങളും എല്ലാ മുരീദും മനഃപ്പാടമാക്കാനും അത് ഫഹ്മ് ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഏറ്റവും അത് ചെയ്ത പ്രസിദ്ധമായ ഒരു കിതാബായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഓരോ കാരണങ്ങളുണ്ടെന്ന് ലമ്മാൻ്റെ ജവാബ് പറയും. അതായത് ഇനി ഷറഹ് എഴുതാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് പറഞ്ഞു തരും. ലി കൗനിഹി, എന്തുകൊണ്ടാണ് ഈ തഫഹുമിനും തഹഫുദിനും മറ്റൊക്കെ ആൾ ഒഴിഞ്ഞത്? ലി കൗനിഹി സഗീറൽ ജർമി, കുറഞ്ഞ പേജുകളേ ഉള്ളൂ, കട്ടി കുറഞ്ഞതാണ്. പിന്നെ അലീമൽ ഇൽമി, ഇൽമാണെങ്കിൽ അലീമാണ്. അപ്പോൾ പിന്നെ ആഗ്രഹിക്കാൻ കിട്ടുമോ? പിന്നെ ഇബാറത്ത് റായിക്ക് നല്ല മധുരമുള്ള ഇബാറത്തുകൾ, നല്ല രുചികരമായ ഇബാറത്താണ്. ഇബാറത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ടാവും. കേട്ടാൽ തന്നെ ഇത് ചിലാവത്ത് കൂട്ടാൻ പോലെ തോന്നും. വമആനിൻ ഹസനത്തിൻ ഫായിഖത്തിൻ, മറ്റുള്ള കിതാബുകളെ മറികടന്ന ഏറ്റവും മേത്തരമായ മഹാനികളും ആ കിതാബിലുണ്ട്. അതെന്തിനില്ലത്താന്ന്? ഏറ്റമദഹു ബിത്തഫഹുമി വത്തഹഖുലി കുല്ലു സാലിക്കും വമുരീദ് എന്ന് പറഞ്ഞ ഇല്ലത്താ കൊടുത്തു. ലമ്മാന്റെ ജവാബ് വേറെ വരും. ഖസദ ഫീഹാ ഇലാ ഈളാഹി തുറുഖാത്തിൽ ആരിഫീന വൽ മുവഹിദീൻ, തൗഹീദിന്റെ ഹലുകാരുടെയും ആരിഫീങ്ങളുടെയും പല തരീഖകളും വെളിപ്പെടുത്താൻ വേണ്ടി മുസന്നിഫ് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. വ ഇബാനത്തി മനാഹിജി സാലിക്കീന വൽ മുതജദ്ദിദീൻ, ഇബാദത്തിനായി ഒരുങ്ങിയിരിക്കുന്നവരും സാലിക്കീങ്ങളുടെയും മൻഹജുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. നല്ല പാത. അഖദിനാ ഫീ വദി, അതാണ് അതിന്റെ ജവാബ്. അഖദിനാ ഫീ വദി തംബീഹിൻ, ഒരു തംബീഹ് ഉണ്ടാക്കാൻ. അതാ കിതാബിന്റെ പേരുണ്ട്. തംബീഹ് എന്നല്ല, അത് ഷറഹ് പോലെയാകണമെന്ന്, ഷറഹാണെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് ഷറഹാകുമ്പോൾ മുസന്നിഫിന്റെ എല്ലാം ഞാൻ പറയേണ്ടി വരും. മൂപ്പർ വളരെ വിനയത്തിൽ ഒതുങ്ങിക്കൂടെ, അല്ലാത്ത ബഹുമാനാപ്പുറോട്. കഷറഹി, ഒരു ഷറഹ് പോലെ. എന്തിനാ? ലിബഅദി മഹാനിഹി ലാഹിറ, അതിൻ്റെ ലാഹിറായ ബാത്തിൻ്റെയൊക്കെ കൂടുതൽ കിടക്കുന്നില്ല എന്ന് മൂപ്പർ പറഞ്ഞു. ലാഹിറായ മായനയിൽപ്പെട്ട ഒന്നിന് ഷറഹ് പോലെ ആയിക്കോട്ടെ. വക്കൽ കശ്ഫിനിൽ ഉംഅത്തിൻ യസീറത്തിൻ മിൻ അൻവാരിഹിൽ ബാഹിറ, ഹിക്മന്ന കിതാബിൻ്റെ നല്ല വെട്ടിത്തിളങ്ങുന്ന അൻവാറുകൾക്ക് ഒരു പ്രകാശം കൂട്ടുന്ന, അതിൻ്റെ ആ പ്രകാശത്തിന് വെളിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. വല ഖുദ്റതലന, അതിൻ്റെ ലാസിമ പറയും, വല ഖുദ്റതലന അലസ്തിഫായി ജമീഇ മസ്തമൽ അലൈഹിൽ കിതാബ്, കിതാബ് ഉൾക്കൊണ്ട എല്ലാം വിശദീകരിക്കാൻ, പൂർത്തിയാക്കി വിശദീകരിക്കാൻ നമുക്ക് കഴിയൂല. ഒമാ തളമ്മനഹു മിൻ ലുബ്ബിൽ ലുബാബി, അതിൻ്റെ കഴമ്പിൻ്റെ ഉള്ളിലുള്ള കഴമ്പ്, അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? ലിഅന്ന കലാമൽ ഔലിയാഇ വൽ ഉലമാഇ റളിയല്ലാഹു അൻഹും, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കലാമ്, ഉലമായിൻ്റെ കലാമ് മുൻതബിൻ അല അസ്റാറിൻ മസൂന, മറ്റുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കാതെ കണ്ട് കാവലാക്കി വെച്ചിട്ട് സുരക്ഷിതമായി വെച്ച അസ്റാറിന് നമ്മൾ മുൻതബിൻ. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കഥറിയില്ല. വ ജവാഹിരി ഹിക്കമിൻ മക്നൂന, അതന്നെ ഒളിപ്പിച്ച് വെച്ച ഹിക്മത്താകുന്ന ജവാഹിറിനെ വേണ്ടു. അപ്പോൾ അത് കട്ടെടുക്കാൻ കഴിയില്ല.
ലാ യക്ഷിഫുഹ ഇല്ലാഹും, അത് വെളിപ്പെടുത്താൻ അവർ തന്നെ വരണം. ഇല്ലാഹു കണ്ടോ? വലാ തതബയ്യനു ഹഖായിഖുഹ ഇല്ലാ ബിത്തലഖി അൻഹു, അതിന്റെ ഹഖായിക്ക് അവരെ കണ്ടിട്ട് നേരിട്ട് ചോദിച്ച് പഠിക്കണം. മുസന്നിഫെ നിങ്ങളുടെ കിതാബിന്റെ മായന എന്താണ്? നമ്മ ചോദിച്ചു പറഞ്ഞാൽ ശരിയാവില്ല. ഖുർആൻ അങ്ങനെയല്ലേ? അള്ളാഹിന്റെ മഖ്സൂദ് തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. തുബയ്യിനന്നാസി മാ നുസില ഇലൈഹിം എന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഖുർആൻ അർത്ഥം വെക്കല. ഒരു മുനിസിപ്പാലിറ്റി പാസ്സായ അറബി അറിയോ ഖുർആൻ അർത്ഥം പറയാം? ഞാൻ പറഞ്ഞ വലഹു അഹ്വൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ് പറയണ്ടല്ല. അഹ്വല്ലി അബബൈനിയുണ്ട്, അഹ്വല്ലി അബുണ്ട്, അഹ്വല്ലി അമ്മുണ്ട്. അഹ്വൻ എന്ന് പറഞ്ഞത് 3 നിന്ന് തയ്യനാക്കിയിട്ടുണ്ട്. അതിന് ബൈനത്തുണ്ടോ? വലഹു അഹ്വന്നില്ലേ ഖുർആനിലെ? ഖുർആനിന്റെ ഭാഗം ഏതാ? കുടുങ്ങില്ലേ? പോവാ. ഇനി പോട്ടെ. അപ്പൊ ആ കാരണത്താൽ മുഴുവനും പറയില്ല എന്നാ പറഞ്ഞു വന്നത്. വനഹനു ഫീ ഹാദിഹിൽ കലിമാത്തിൽ ലത്തി നൂരിദുഹാ വൽ മനാഹിൽ ലത്തി നഅതമിദുഹ, ഞാൻ ഇവിടെ പറയുന്ന ചില കലിമാത്തും മാനിലുണ്ടല്ലോ, അതും ഞാൻ ഏറ്റുമാത് ചെയ്ത ഒരു ശൈലിയും ഏറ്റുമാത് ചെയ്ത അതും ഗൈർ മുദ്ദഈന ലിശറഈ കലാമിൽ മുഅല്ലിഫ്, മുഅല്ലിഫിന്റെ കലാമിന്റെ വ്യാഖ്യാനമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നത് പോലെയേ അറിയുന്നു. കശ്ശറഹിന്നല്ലേ? ആ വലാ അന്നമാ നദ്കുറുഹു ഫീഹി ഹുവ ഹഖീഖത്തു മവാഹിബിഹിം, അവരുടെ മവാഹിബ് അല്ലാഹു അവസാനമായി കൊടുത്ത മവാഹിബിന്റെ ഹഖീഖത്ത് തന്നെയാണ് ഞാൻ ഈ പറയുന്നതും എന്നും അവകാശപ്പെടുന്നില്ല. ഹസ്ബ മാ യഫ്അലുഹു കുല്ലു മുസന്നിഫ്, അല്ലേ? എല്ലാ മുസന്നിഫീകളും ചെയ്യാറുള്ളത് പോലെ എന്ന് പറഞ്ഞ ഹസ്ബ. ഈ ഹസ്ബ എന്നുള്ളത് നെഫിക്കാണോ മംഫിക്കാണോ ഹസ്ബ കൈത്? അതായത് മംഫിക്കാകുന്ന അവസരത്തിൽ മവാഹിബിന്റെ ഹഖീഖത്താണ് എന്ന് മറ്റോറ് പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനെ പറയുന്നില്ല എന്ന് അർത്ഥം കിട്ടും. അല്ല മറ്റുള്ള ആള് എന്ത് പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നു. അതെ, നമ്മളെന്താ കൊടുക്കുന്നത്? മറ്റുള്ള ആള് ഞാൻ പറയുന്നതിന് ഹഖീഖത്ത് തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ അവിടെ അത് സൂചിപ്പിച്ചിട്ടില്ല. അവിടെ മദാഹിബിഹിയും വിവാഹത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പം നോക്കേണ്ടത് മറ്റ് മുസന്നിഫീങ്ങളുടെ വാദം എന്താണെന്ന് നോക്കണം. അവരുടെ മത്തിനിന്റെ ഹഖീഖത്ത് തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത് എന്ന് വന്നാൽ മറ്റുള്ളവർ എന്താ ദഅവ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഹസ്ബ എന്നുള്ളത് നഫിയിലേക്കാണോ മംഫിയിലേക്കാണോ അക്കൈത്? സലാം പറ. നഫിയിലും മംഫിയിലും കിടക്കാല്ല. എനിക്കും അങ്ങനെ നഫിയിലേക്കായിരിക്കുന്ന. എന്തുകൊണ്ട്? മുസന്നിഫ് വിനയത്തോടു കൂടി പറയുന്നു മറ്റൊരാളെ ശൈലി ഞാൻ സ്വീകരിക്കുന്നില്ല, ഓറങ്ങനെ ചെയ്തോട്ടെ. ആരെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാധിക്കുന്നില്ല. അതെ, കുറ്റം നിർത്തുവാണ്ടില്ല, എന്താ ചെയ്തവരുണ്ടാവില്ല. അതാ ഇനിദ്ദഅയ്നാദാലിക, അങ്ങനെ നമ്മളെങ്ങാനും ദഅവ ചെയ്താൽ കാനമിന്ന ഇസാഅത്ത അദബിൻ, അത് സൂലതമായി മാറും. അത് ഭയങ്കര പൊടിയോ. ചിലർക്ക് പറയൂ ഇതിൻ്റെ ഞാനൊന്നും പറയുന്നില്ല, മുസന്നിഫിനെ അറിയുള്ളൂ. അതുപോലെ മാത്തിനിൽ ഒരു ഹർഫ് പോലും മൂപ്പർ കയറ്റി കൊടുക്കില്ല, അതങ്ങനെ തന്നെ വേറെ വെച്ചിട്ട് വ്യാഖ്യാനിക്കില്ല. മറ്റൊരു ജോലി പറയുന്ന ആരെങ്കിലും അച്ചടിക്കുന്നുണ്ടെങ്കിൽ മത്തിന് വേറെ തന്നെ കൊടുക്കണം, എൻ്റെ കലാമയിൽ കൂട്ടല്ലേ എന്ന് വസീയത്തും പറഞ്ഞു. എന്നുള്ള നമ്മൾ എന്താക്കും വലിയ മുസീബത്തിലേക്ക് എത്തിച്ചടയും. കാക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾക്കും ദററിനും നാം പാസ്തുരായി പോകും. ഇതിന് നമുക്ക് പറ്റാത്ത കാര്യം കൈകാര്യം ചെയ്യില്ല. അതിനാൽ മീൻ ശറഹി കലാമി സാദത്തി മിൻ അഹ്ലില്ലാഹ്, അല്ലാഹു തആലയുടെ അഹ്ലുകാരായ ആ നേതാക്കന്മാരെ കലാമ് ശറഹി ചെയ്തിട്ട് അനുയോജ്യമല്ലാത്ത വന്നുപോയെങ്കിൽ എന്തായിരിക്കും? മിൻ ഗൈരി ഖൗഫിൻ വലാ ഹദർ, അതിനെക്കുറിച്ച് പേടിയും ഭയപ്പാടെല്ലാം വേണ്ടേ? ഇഷ്ടം കൂടാതെ ഇതിനെ എഴുതുകയിൽ ദോഷമുണ്ടാവുന്ന നന്നായി എഴുതുകയും മദീമലി പറഞ്ഞു വന്നു പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം.
വൈന്നമാ നൂരിദ് ദാലിക നമ്മളിത് അവതരിപ്പിക്കൽ ഹലാ ഹസബി മാ ഫഹംനഹു മിൻ കലാമിഹി അവരുടെ കലാമിൽ നിന്ന് നമ്മക്ക് തിരിഞ്ഞനുസരിച്ചാ പറയാം. മുസന്നിഫിന്റെ അതിനെന്നായിക്കൊള്ളുന്നില്ല. വമൻതഹ ഇലൈന ഇൽമുഹു മിൻ മദാഹിബിഹിം അവരുടെ മദ്ഹബിൽ നിന്ന് നമ്മളെ അറിവെത്തിന്റെ പരമാവധിയെ പറയാനേ ഉള്ളൂ. അത് യാഥാർത്ഥ്യത്തിനോട് ഒത്തു വന്നെങ്കിൽ വാസന്നാല മക്നൂനി സിദ്ധി ഒളിപ്പിച്ചു വെക്കപ്പെട്ട സിദ്ധിന്റെ മേലും എത്തിപ്പെടുകയാണ്. കാനദാലിക മിനൻ നിഅമില്ലതി ലാ നുഹ്സി ലഹാ ശുക്ര. അത് ശുക്ർ രേഖപ്പെടുത്താൻ നമുക്ക് വാക്കുകളില്ല, സാധ്യമല്ല. അങ്ങനത്തെ നിയമത്തിൽപ്പെട്ടതേ കണക്കാണ്. ഇനി ഒക്കില്ലേ അത് വല നഖദിറു ലഹാ ഖദറ അതിന്റെ ഖദറത്തറിയാന്ന് വ്യാഖ്യാനിക്കാനും കഴിയില്ല. വൈൻ ഖാലഫ്നാ ദാലിക ഇതിന് വല്ല വിരുദ്ധമായി വന്നാൽ വലം തഹ്തദി ഇലാ തിൽകൽ മസാലിക് വലം നഹ്തദി ഇലാ തിൽകൽ മസാലിക് അവിടത്തേക്കൊന്നും ഹിദായത്തിൽ എത്തിയില്ലെങ്കിൽ അഹൽന വലാ തുഖ്സാദിന വജഹന നമുക്ക് വിവരമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു. മറ്റു മുസന്നിഫിനെ പറ്റിയോ ഒന്നും അട്ടിപ്പൊന്നും പറഞ്ഞു. വന്തഫ അന്ന താഴ്സീർ പോയി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ശിക്ഷാർഹനല്ല, സ്വന്തമായിട്ട് ബി കൗലിന ഫീലിന നമ്മൾ പറഞ്ഞാലും ചെയ്താലും നമ്മൾ ശിക്ഷാർഹനല്ല. അപ്പോൾ വഖതസറൽ അംറു ഫീ ദാലിക അലൈന അതുപോലെ കാര്യം എന്തൊക്കെ അടപ്പിരിക്കും, എൻ്റെ അപ്പുറം വിട്ടുകിടക്കില്ല. വക്കാനുഹും മുബർറഈന മിമ്മാ ഖുൽനാ വലബൈന നമ്മൾ വല്ലത് പറയുകയോ കേൾക്കുകയോ ചെയ്തെങ്കിൽ അവർ ഉത്തരവാദികളല്ല, അതിൻ്റെ തെറ്റാണ്. എത്ര വലിയ തവാദുവും എത്ര വലിയ ആളാണ് മുപ്പത്തും ഇപ്പം മനസ്സിലാകുന്നു. ولا جرم أن كان هذا مقصدنا لوجود السلامة التي جعلناها معتمدنا. നമുക്ക് സംശയിക്കേണ്ട, ഇതാണ് നമ്മളെ മഖ്സൂദ്. പിന്നെ സലാമത്ത് കിട്ടാനും അതിപ്പോൾ നമ്മളത് മുഅ്തമദാക്കിയത്. ഫയംബഗി ലനാ അൻ നുഖദ്ദിമ അവ്വല കലാമൽ മുഅല്ലിഫ്. അതുകൊണ്ട് എന്താക്കും, മുഅല്ലിഫിൻ്റെ കലാം അങ്ങനെ തന്നെ വേറെ തന്നെ എഴുതും. ഇടയ്ക്ക് കുട്ടികളുടെ അടുത്തല്ല ഒന്നും ഉണ്ടാവും. റഹിമഹുല്ലാ മുസ്തഗ്ഫർ പൂർണ്ണമായിട്ട് എഴുതിയിട്ട് സുമ്മനുത്ബിഹു കലാമന ബിസീഹത്തിൽ ഖബർ വത്താല. പിന്നെന്താക്കും, അതാണ് എന്ന് വാദിക്കില്ല. മുപ്പറ് കൊണ്ടുവന്ന് തൊട്ട് എന്താക്കും, അതിന് വ്യാഖ്യാനം. വനഅതി ഫീഹി ബിഇബാറത്തിൻ അബ്സത മിൻ ഇബാറത്തി മുസന്നിഫിന്റെ ഇബാറത്തിനാക്കാണ് കുറച്ച് വിശാലമായ ഇബാറത്തായിരിക്കും ഞാൻ പറയാം. വ ഇശാറത്തിൻ അജ്ല മിൻ ഇശാറത്തിഹി എന്തിനാ ലിയുഫഹിം ലിഫഹമ ബിദാലിക മാ ഇൻദനാ മിൻ തഫ്സീരി മാ ദക്കറഹു. മുസന്നിഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ തഫ്സീറിനാൽ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ലാ അന്നഹു തഫ്സീറുഹു ഹഖീഖത്തൻ മുഖററ. അതാ തഫ്സീർ അല്ല, തഫ്സീർ പോലെയെന്ന് പറഞ്ഞു. വനദ്കുറ ഫീ അസ്നാഇഹി കസീറൻ മിമ്മാ നാസബ ഇൻദി എൻ്റെ അടുക്കൽ മുനാസബത്തായി തോന്നുന്ന പലതും ഇടക്ക് പറയും. അൽ കലാം അൽ മുനബ്ബിഹ അലൈഹി അതിന് നമ്മൾ സൂചിപ്പിക്കുന്ന ഒന്നിക്കൽ ആയത്ത് പറയും, അല്ലെങ്കിൽ ഹദീസ് പറയും, അല്ലെങ്കിൽ അവലേക്കന്മാരുടെ കലാമ് പറയും, ചരിത്രങ്ങൾ പറയും, എല്ലാം. വല്ലി തത്തിമ ബിദാലിക്കൽ ഫായിദത്തു ഫിൽ ഗർദിൽ മുതവജ്ജിഹി ഇലൈഹി നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗർദ് എന്താണോ അതിൻ്റെ ഫായിദ പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ച് പൂർത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വമാ ലഹലനാ ഫീ കലാമിൻ തക്റാരി മആനിൻ വതദാഖുലി ഫുറൂഇൻ വമബാനിൻ കണ്ടാ റഅയ്ന തംബീഹ അലൈഹി കൽ ഫർളി. അപ്പം ചിലപ്പോൾ എന്താക്കും, ആവർത്തിച്ച് പറഞ്ഞു ഒരു കലാം മുമ്പ് പറഞ്ഞ അതേ അർത്ഥത്തിന് മറ്റൊരു കലാം ആവർത്തിക്കും. ആവർത്തിച്ചതിൽ വല്ല ഫായിദയുണ്ടോ? എല്ലാം അത് ഒരു ഹാലിൽ മറ്റ് ഇതൊരു ഹാലിൽ അങ്ങനെയാണോ? ഹദീസ് തന്നെ ഉണ്ടല്ലോ, എത്രയോ ആവർത്തനങ്ങൾ കാണുന്നത്. റഅയ്ന തംബീഹ കൽ ഫർളി വഅഹൽനാ ബഅദഹു അലാ ബഅദി. ചിലതെന്താക്കും, മറ്റേ ചിലതിൻ്റെ നമ്മൾ ചുമത്തും. അന്ന് മുമ്പ് പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് വഅലൻ നാസിഖി ഹാദൽ മജ്മൂഅ് ഈ മജ്മൂഅിനെ എഴുതുന്ന ആൾക്ക് കടമയാണ് അൻ യത്ബഅ ഫീഹി മാ റസംനാഹു ഞാനീ പറഞ്ഞ നിബന്ധന പാലിച്ചിട്ട് എഴുതണം. വയക്തബ നസ്സ കലാമിൽ മുസന്നിഫി റഹിമഹുല്ലാഹ് ബിസബിഗിൻ ഒരു മഷി യുഖാലിഫു ലൗനഹു ലൗന മാ യുക്തബ ബിഹി സിവാഹു മറ്റൊന്ന് എഴുതുന്നതിൻ്റെ മാറ്റം അത് ഇവിടെ എന്താക്കി രീതിയിൽ പാലിച്ചിട്ടാണ് ടോപ്പുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഷറഹ് എന്നതോ തർപ്പമശിയുണ്ട്. ആ യക്തുബഹുമാ ബി കലമൈനി മുഖ്തലിഫൈനി അല്ലെങ്കിൽ എന്താക്കുന്ന അറിയാം, രണ്ട് കലം കൊണ്ട് എഴുതുക. മത്തിൽ എഴുതുമ്പോൾ കുറച്ച് ഇങ്ങനെ എഴുതുക, ചെറുതാക്കിയിട്ട്. ഈ ഹിലന്നി വെച്ചിക്കത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതും.
വഫിയ ബിദാലിക കുല്ലം മിൻഹുമാ ഹഖ് എന്ന ഓരോന്നിനും അതിൻ്റെ ഹക്ക് കൊടുക്കാം. ശറഹ് വേർതിരിയും, മത്തിന് വേർതിരിയും. ലിയകൂന ദാലിക അഖറബ ഇലാ ഹുസൂലിൽ മറാം, ലക്ഷ്യം പൂർത്തിയാകുന്നതിലേക്ക് അഖറബാകാനാണ് ഫിസ്തിഖ്റാജി ഫായിദതി തർത്തീബിൽ കലാം. വല്ലാഹുൽ മുവഫിഖു ലാ റബ്ബ ഗൈറുഹു വലാ ഖൈറ ഇല്ലാ ഖൈറുഹു. റളിയല്ലാഹു അൻഹു. അടുക്കട്ടെ. ഇനി മുസന്നിഫിനെ പ്രേരിപ്പിച്ച എന്താണ് നിങ്ങളെ ദായിയത്ത് തലീഫിൽ കിതാബ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ വന്നിട്ട് ഇതിൽ ശറഹ് എഴുതി തരണമെന്ന് വല്ലാതെ നിർബന്ധിച്ചു. ഇനി അവർ മടക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയെന്ന് പറഞ്ഞു. ഇത് മഷി ഇത് മണ്ണുള്ള നിൽക്കുന്ന 0.1 മുതലുള്ള 0.6 വരെയുള്ള പെണ്ണും അങ്ങനെ കിട്ടാണ്. 6 ആസ്പത്രി മറ്റേ ഗൾഫിലേക്ക് പെട്ടി കയറും. ഇത് ഈ 6 അതെ. ഇപ്പൊ ഖുറാനിൽ ഈ മത്തിനെ തന്നെ കൊടുത്തിട്ട് ചോദിച്ചത് മഷീലിനല്ലേ മുമ്പ് എഴുതിയത്. മഷീദ് ഉണ്ടാക്കുന്ന കേസിൽ തുടക്കത്തിൽ അതിന്റെ നിസ്ക കാണിക്കുന്നുണ്ടല്ലോ. കയ്യെത്താണല്ലോ തന്നെ അസല കയ്യിൽ തന്നെ മസ്തൂത്ത്. പെരുന്നാളൊക്കെയല്ലേ. الحمد لله الذي بنعمته تتم الصالحات حمدا كثيرا طيبا مباركا فيه مباركا عليه حتى يحبه ربنا ويرضى. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.